യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ഞങ്ങൾ വന്ദനം പറയുന്നു. ചില നാളുകൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും ഈ മാധ്യമത്തിലൂടെ സന്ധിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ പല സന്ദർഭങ്ങളിലായി ക്രൈസ്തവ ലോകത്ത് വിവാദങ്ങളായ പല വിഷയങ്ങളെയും ചരിത്രത്തിൻ്റെയും ദൈവശാസ്ത്രപരമായും തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വളരെ ഭംഗിയായി പഠിച്ച് പൊതുജനത്തിന് മുമ്പിൽ പറയുവാൻ ഞങ്ങൾക്ക് ദൈവം അവസരം നൽകി. എക്ലീഷ്യ ഒരുക്കുന്ന ഈ അടുത്ത പരിപാടിയിലേക്കും ഞങ്ങൾ നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വളരെ വിവാദങ്ങളായ പല വിഷയങ്ങളും ഞങ്ങൾ കഴിഞ്ഞ പ്രോഗ്രാമിലൂടെയൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഞങ്ങൾക്ക് നിങ്ങൾ നൽകിയ സ്വീകാര്യതയ്ക്കും അംഗീകാരത്തിന് ഞങ്ങൾ ഹൃദയംഗമായിട്ട് നന്ദി പറയുന്നു. അപ്പോസ്തോലിക പാരമ്പര്യം, അതുപോലെ തന്നെ കാനോനെ സംബന്ധിച്ച്, വേദപുസ്തകത്തിന്റെ കാനോനെ സംബന്ധിച്ചുള്ള വിശാലമായ ഒരു പഠനം, തുടർന്ന് മാമോദീസ എന്ന വിഷയത്തെക്കുറിച്ചും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു ഞങ്ങൾ. അത് ധാരാളം പേർക്ക് അനുഗ്രഹമായിരുന്നു എന്നുള്ളത് പലരുടെയും പ്രതികരണങ്ങളിലൂടെ, ധാരാളം പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതിലൂടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് മറ്റൊരു വിഷയവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുവാൻ ഇപ്പോൾ സമയമെടുക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നോടൊപ്പം ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എല്ലാവരും കർത്താവിൽ പ്രസിദ്ധനാണ്. അപ്പൊ തന്നെ ദൈവവേലയിൽ വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ രീതികളിൽ ദൈവത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരാണ്. അവരെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങള് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും വ്യത്യസ്ത പേരുകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത രീതികളിലൊക്കെ ആചരിക്കുന്ന ഒരു കൂദാശയെക്കുറിച്ചാണ്, കാർമ്മിക ശുശ്രൂഷയെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഇതിന്റെ വാക്കുകളൊക്കെ ഞങ്ങൾ പറയുമ്പോൾ തന്നെ പലർക്കും യോജിപ്പുകളും ഉണ്ടാകാം. എന്നിരുന്നാലും ഞങ്ങൾ ഇതിനെ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പോകുന്ന വിഷയം യേശുക്രിസ്തുവിന്റെ കൽപ്പനയിൽ അല്ലെങ്കിൽ കർത്താവ് ആചരിച്ച് വരുന്ന കാലങ്ങളിൽ സഭ അനുഷ്ഠിക്കുവാൻ വേണ്ടി മുൻപോട്ട് വെച്ച ഒരു കാര്യമാണ് കർത്താവിന്റെ മേശ. കർത്താവിന്റെ മേശ എന്ന ആ പദം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ കുർബാന എന്നോ മാസ് എന്നോ യൂക്രിസ്റ്റ് എന്നോ ഒക്കെ പറഞ്ഞ് പല തരത്തിൽ ആൾക്കാർ അതിനെ വിളിക്കാറുണ്ട്. ഇപ്പോൾ അതിനെ ഒരു വിഷയമാക്കുവാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്കൊക്കെ അല്ലെങ്കിൽ വേദപുസ്തക വിശ്വാസത്തിൽ വർഷങ്ങളോളം നിന്ന പലരും പിന്മാറിപ്പോയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പിന്മാറിപ്പോയിട്ട്, അല്ലെങ്കിൽ ഇതര സമുദായ സഭകളിലേക്ക് മാറിപ്പോയിട്ട് അവര് പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതുവരെയും ഞങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കാൻ പറ്റിയില്ല, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പങ്കാളികളാവാൻ കഴിഞ്ഞില്ല, 10 വർഷത്തോളം അത് കഴിഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് വന്നപ്പോൾ ആ രക്തവും മാംസവും ഒക്കെ ഭക്ഷിക്കുവാൻ ഒക്കെ ഉള്ള അവസരം കിട്ടി, അത് ഭയങ്കര നഷ്ടമായി പോയി എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള തിരുവചന യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി പോകുന്നത്. കൂദാശകളെ കുറിച്ചുള്ള വലിയ ഒരു പഠനത്തിലേക്ക് പോകുന്നില്ലെങ്കിലും കത്തോലിക്ക സഭയുടെ മുമ്പിൽ 7 കൂദാശകൾ അവരെ പറയുന്നുണ്ട്. 7 പ്രധാനപ്പെട്ട കൂദാശകളിൽ തന്നെ വ്യത്യസ്തമായ പിരിവുകളുണ്ട്. അതിൽ കർത്താവിന്റെ കൂദാശയെന്നും സഭയുടെ കൂദാശകളെന്നും വിശ്വാസത്തിന്റെ കൂദാശകളെന്നും രക്ഷയുടെ കൂദാശകളെന്നും നിത്യജീവന്റെ കൂദാശകളെന്നും വേർതിരിച്ച് പഠനവും പഠിപ്പിക്കലും അവർക്കുണ്ട് എന്നുള്ളത് അവരുടെ വിശ്വാസ ആധാര ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ സഭയുടെ കൂദാശകളാണ് 7. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു കൂദാശയായിട്ടാണ് അവര് കുർബാന ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. അതിന്റെ അർത്ഥതലങ്ങൾ ഇതര സഭാ സമൂഹങ്ങളോട് വരുമ്പോൾ തന്നെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു വിഷയമാണ് ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പാകെ എടുക്കുന്നത്. കൂദാശകളെ കുറിച്ച് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അവര് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: അദൃശ്യ ദൈവാനുഗ്രഹത്തിന്റെ ദൃശ്യാവിഷ്കരണം എന്നാണ് പറയുന്നത്. കൂദാശകൾ കൃപാവരത്തിന്റെ ഫലദായങ്ങളെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ
മനുഷ്യന്റെ മേൽ ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി സഭ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് കൂദാശകൾ എന്നുള്ള വാക്കുകൊണ്ട് ഇവരർത്ഥമാക്കുന്നത്. നമുക്ക് അതിന്റെ കൂദാശകൾ എത്ര ഉണ്ടെന്നോ അല്ലെങ്കിൽ കർത്താവ് കൽപ്പിച്ച കൂദാശകളും എല്ലാം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശാലമായ പഠനങ്ങൾ അതിനൊക്കെ സമയങ്ങൾ ഒത്തിരി എടുക്കുന്നത് കൊണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കുർബാന എന്ന് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും വിളിക്കുന്നതും കർത്താവിന്റെ മേശ എന്ന് പെന്തക്കോസ്തുകാര് വിളിക്കുന്നതുമായ ആ മഹനീയമായ ശുശ്രൂഷയുടെ തിരുവചനാടിസ്ഥാനത്തിലും ചരിത്രപരമായും തിയോളജിക്കൽ പരമായിട്ടുമുള്ള ഒരു പഠനമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇതിന്റെ വ്യത്യസ്തമായ ഒത്തിരി ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അതിന്റെ പഴയ നിയമ പശ്ചാത്തലം, അതിന്റെ പുതിയ നിയമ ചരിത്രം, അതിന്റെ വാക്കുകളുടെ അർത്ഥം, അപ്പോൾ തന്നെ ഈ 3 വ്യത്യസ്തമായ ആശയങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് അവയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തല പഠനം, അതോടൊപ്പം തന്നെ കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ 23 വാക്യങ്ങൾ കർത്തൃമേശയെ കുറിച്ച് പൗലൂസ് പറയുന്ന വിഷയങ്ങളിലുള്ള ഒരു പഠനം, ഈ തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ബലി അല്ലെങ്കിൽ കർത്താവ് അർപ്പിച്ച ശരീരയാഗം ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ടോ? അതാണ് പലരും വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ചുള്ള വളരെ വസ്തുതാപരമായ, ചരിത്രപരമായ, വേദപുസ്തകപരമായ ഒരു പഠനം കൂടി ഞങ്ങളെ ഈ ഒരു പഠന മേഖലയിൽ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പ്രഥമ ഭാഗം ചർച്ച അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കർത്താവദാസൻ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടമാണ്. കർത്തൃമേശയ്ക്ക് അല്ലെങ്കിൽ കുർബാന എന്ന് കത്തോലിക്കരും ഓർത്തഡോക്സരൊക്കെ വിളിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് ഉള്ള പഴയ നിയമ പശ്ചാത്തലം എന്താണ്? ഇതിന് പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയോട് ബന്ധമുണ്ടോ? അതിന്റെ പിന്തുടർച്ചയാണോ? അത് ആവർത്തിക്കപ്പെടുന്നതാണോ? അതോ ഇത് കർത്താവ് കൽപ്പിച്ച് നൽകിയ പുതിയ ഒരു ശുശ്രൂഷയാണോ? ഈ വിഷയത്തെക്കുറിച്ച് കർത്താവദാസൻ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ക്ഷണിക്കുന്നു. ഏവർക്കും വന്ദനങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കുകയും പാനപാത്രം തന്റെ ശിഷ്യഗണങ്ങൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് ആരംഭം കുറിച്ച തിരുമേശ ആചരണം പിൽക്കാലത്ത് സഭ ആരാധനയുടെ ഭാഗമാക്കി ഒരാത്മീയ പ്രമാണമാക്കി ആചരിക്കേണ്ടതിന് പൗലോസ്ലീഹയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന സൂചനകൾ നമുക്ക് 1 കൊരിന്ത്യർ 11:23 മുതലുള്ള വേദഭാഗങ്ങളിൽ കാണാം. ഈ ഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പെസഹ മുതൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി വരെയുള്ള ഒരു ഘട്ടം, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി മുതൽ ക്രൂശിച്ചത് വരെയും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതുവരെയുമുള്ള 2ാം ഘട്ടം, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിലെ സംഭവങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദാസനാകുന്ന അപ്പോസ്തലനായ പൗലോസിന് ദൈവാത്മാവ് സഭയിൽ എന്താണ് ആചരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് നൽകുന്ന നിർദ്ദേശത്തിന്റെ 3ാം ഘട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് നമ്മുടെ ഈ പഠനത്തിന് ആധാരമായിട്ടുള്ളത്. ആദ്യ ഘട്ടം പെസഹയിൽ ആരംഭിച്ച് പെസഹ ആചരണമെന്ന ചരിത്രത്തിന്റെ അടലുകളെ താണ്ടി കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രി വരെയുള്ള സംഭവങ്ങൾ കൊണ്ട് തീരുന്നു. 2ാം ഘട്ടം കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത അന്ന് രാത്രി നിർവഹിക്കുന്ന വളരെ സവിശേഷതയുള്ള ഒരു കർത്തവ്യം, അതോടെ പെസഹയുടെ ആചരണത്തിന് അക്ഷരാർത്ഥത്തിൽ തിരശീല വിരികയും കർത്തൃമേശയുടെ ആചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. എന്നാൽ അന്നവിടെ നടക്കുന്ന കർത്തൃമേശക്ക് ഒരു രൂപകാർത്ഥമുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അങ്ങനെ തന്റെ ശരീരമാകുന്ന താനാകുന്ന ആ കുഞ്ഞാട് തന്റെ ശരീരം ബലിയായിക്കൊണ്ട് മനുഷ്യരാശിക്ക് പാപപരിഹാര യാഗമായി തീർന്നപ്പോൾ പെസഹയിൽ അന്തർലീനമായ
സകല ആത്മീക മർമ്മങ്ങളും ക്രിസ്തുവിൽ നിവർത്തീകരിച്ചു. ഇനി ധനനായ പൗലോസ്ലീഹ ദൈവസഭയുടെ രൂപവൽക്കരണത്തിന് ശേഷം സഭയിൽ ആചരിക്കേണ്ട കർത്തൃമേശയുടെ ആചരണ രീതികൾ സംബന്ധിച്ച് ഏറ്റവും കർശനമായ നിബന്ധനകൾ പറയുമ്പോൾ 1 കൊരിന്ത്യർ 11:23 മുതലുള്ള വേദഭാഗങ്ങളിൽ പറയുന്നു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. വാസ്തവത്തിൽ അന്ന് രാത്രി നടന്ന ആ അപ്പനുറുക്കലിന്റെ മർമ്മം വിശദമായി പറഞ്ഞ ശേഷം കർത്താവ് വരുവോളം അവിടുത്തെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന അനുഷ്ഠാനമാണ്, കർത്തവ്യമാണ്, സഭയുടെ ധർമ്മമാണ് ഇത് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എനിക്കൊപ്പമുള്ള സഹോദരങ്ങൾ തങ്ങളുടെ ചർച്ചകളിൽ വെളിപ്പെടുത്തും. എന്നിൽ വരമേൽപ്പിക്കപ്പെട്ടത് പെസഹയെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി, ഒപ്പം അതെങ്ങനെ കർത്തൃമേശാചരണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള അവയുടെ പാരസ്പര്യം ഒന്ന് വ്യക്തമാക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, പെസഹ ആരംഭിക്കുന്നത് മിസ്രൈമിലെ 10 ബാധകളുടെ ഒടുവിലത്തെ ബാധയാകുന്ന കടിഞ്ഞൂൽ സംഹാരത്തോട് ബന്ധപ്പെട്ടാണ്. ആദ്യജാത സംഹാരം. ആദ്യജാത സംഹാര ഘട്ടത്തിൽ പെസഹ കുഞ്ഞാടിനെ യാഗമായി അർപ്പിച്ച് അതിന്റെ രക്തം കട്ടളക്കാലിലും വിലങ്ങനെയുള്ള ആ കുറുമ്പടിമേലുമൊക്കെ തളിച്ച് ആചരിച്ചു പോന്ന ആ കർത്തവ്യം പിന്നീട് നിസാൻ മാസം 14-ാം തീയതി എല്ലാ ഇസ്രായേലിലും ആചരിക്കേണ്ട ഒന്നായി. തങ്ങളെ രക്ഷിച്ച ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് എന്നും ഓർത്ത് തമ്പുരാന് മഹത്വമർപ്പിക്കാൻ അവർക്ക് വന്ന വഴികൾ മറക്കാതിരിക്കാനുള്ള നന്ദി സൂചകമായ ഒരു വ്യവസ്ഥിതിയായി ഈ പെസഹ ആചരണം കൽപ്പിച്ച് നൽകി. പെസഹാചരണത്തെക്കുറിച്ചുള്ള ധാരാളം വിശദീകരണങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഇപ്പോൾ അങ്ങോട്ടൊന്നും കടക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ അതിന്റെ ആചരണ രീതി ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാം. എന്റെ ദൗത്യം അത്ര ഉള്ളൂ. ബാക്കി എന്റെ ഒപ്പമുള്ള സഹോദരങ്ങൾ നിർവഹിക്കും എന്നാണ് കരുതുന്നത്. പെസഹ വീട്ടിലും ആചരിക്കാം. പെസഹ പൊതുവായിട്ട് ദേവാലയത്തിലും ആചരിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. വീട്ടിൽ ആചരിക്കുന്ന ആ പെസഹയെക്കുറിച്ച് പറയുന്നതാവും ഇവിടെ യുക്തം. കാരണം കർത്തൃമേശയുടെ ആചാരവും ഒരു വീട്ടിലായിരുന്നു. അല്ലെങ്കിൽ പണ്ട് ആചരിച്ചു വന്ന ആ പെസഹ ഇപ്പോൾ ഒരു വീട്ടിൽ നടക്കുകയാണ്. മർക്കോസിന്റേതെന്ന് കരുതുന്ന മാളിക മുറിക്കുള്ളിൽ ഈ പെസഹയുടെ അവസാനത്തെ ദൗത്യം നമ്മുടെ കർത്താവ് നിർവഹിക്കുകയാണ്. ഇതിനുശേഷം പെസഹ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇന്ന് യഹൂദന്മാർ പെസഹയൊക്കെ ആചരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കതിന്റെ പൊരുളും സത്യവും അറിയാമായിരുന്നെങ്കിൽ അവർ രസാനുഭവം പ്രാപിച്ച് സ്നാനമേറ്റ് ആത്മനിറവൻ ജീവിതം നയിച്ച് ക്രിസ്തീയ പക്ഷത്താകുമായിരുന്നു. ക്രിസ്തീയ ജീവിതം അതിന്റെ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കുമായിരുന്നു. അതുകൊണ്ട് അവരിന്ന് നടത്തുന്ന പെസഹയ്ക്കൊന്നും തിരുവെഴുത്തിൻ പ്രകാരം അടിസ്ഥാനമില്ല. എന്നാലും നമുക്ക് ഈ പെസഹയെക്കുറിച്ച് ഒന്ന് പഠിക്കണം. വീട്ടിലാചരിക്കുന്ന പെസഹ. ഈ വീട്ടിലാചരിക്കുന്ന പെസഹയിൽ അതിഥികളുമുണ്ട്, വീട്ടുടയവരുണ്ട്. വീട്ടുടയവർ സ്വാഭാവികമായിട്ടുണ്ട്. എന്നാൽ ഈ അതിഥികൾ ഞാൻ ചിന്തിച്ചത് ആരെയാ പറയാം. ഇസ്രായേൽ മക്കൾ എവിടെ ചിതറിപ്പോയാലും അവർക്ക് ഈ പെസഹ ആചരണത്തിന്റെ 1 മാസം മുമ്പ് അവർ നാട്ടിലെത്തണം. ഈ 1 മാസം പെസഹയ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക കാലയളവാണ്. ഈ ഒരുക്ക കാലയളവിൽ ഇവർക്ക് യാതൊരുവിധ അശുദ്ധിയും ഭവിക്കാത്ത വിധം വേണം അവർ പെസഹയിൽ സംബന്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം ശവസംസ്കാരങ്ങളും അതുപോലെ ചത്തുപോയ മറ്റ് മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ജൈവ അവശിഷ്ടങ്ങളുമൊക്കെ സംസ്കരിക്കുന്ന ഒരു രീതിയാണ്. എങ്ങും മാലിന്യം കാണാൻ പാടില്ല. ഏറ്റവും വിശേഷിച്ച് ഈ മനുഷ്യ ശരീരം അത് മറവ് ചെയ്യണം. അത് എവിടെ കണ്ടുവോ അവിടെ തന്നെയാണ് മറവ് ചെയ്യുന്നത്. വീണ്ടും ഒരു അപകടം. ഈ മറവ് ചെയ്ത സ്ഥലം വഴിയരികിലൊക്കെ ആണെങ്കിൽ നടന്നു വരുന്ന തീർത്ഥാടകർ അതിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ഓരോ ശവകുടീരങ്ങളും വെള്ള തേക്കുന്ന പതിവുണ്ട്. അതിനെ അങ്ങനെ തീർത്ഥാടകർക്ക് പെസഹ ശുദ്ധിയോടെ ആചരിക്കാൻ തടസ്സമാകുന്നു ഈ ശവക്കല്ലറ. ഈ അർത്ഥത്തിലാണ് യേശു വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് പരീശന്മാരെയൊക്കെ വിളിക്കുന്നത്.
സത്യത്തിലേക്ക് നടന്നെടുക്കാൻ വരുന്നവന്റെ വഴി തടയുന്ന മാലിന്യങ്ങളാണിത് എന്ന അർത്ഥത്തിലാണ്. ഈ 1 മാസ ശേഷം പെസകയിലേക്ക് കടക്കാം. വാസ്തവത്തിൽ പെസക ഒരു പെരുന്നാളല്ല, 3 പെരുന്നാളുകളുടെ ഒരു സംഘടിത രൂപമാണ്. 1 പെസക, 2 പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ, 3 ആദ്യവലക്കട്ടയുടെ പെരുന്നാൾ. അവ 14-ാം തീയതി ആരംഭിക്കുന്നു നിസാൻ മാസം, 21-ാം തീയതി തീരും ഈ പാക്കേജിൽപ്പെട്ട മുഴുവൻ പ്രോഗ്രാമുകൾ. പർട്ടിക്കുലർലി പെസക എന്താണെന്ന് ചോദിച്ചാൽ ആദ്യ ദിവസമാണ്. അടുത്ത ദിവസത്തിന് പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയും. ആ പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. അടുത്തത് ആദ്യവലക്കട്ടയുടെ പെരുന്നാൾ എന്നിങ്ങനെയാണ് അതിന്റെ ക്രമീകരണം. മൊത്തത്തിൽ ഇവയെ പെസക എന്ന് പറഞ്ഞാൽ തെറ്റില്ല, അല്ലെങ്കിൽ പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇവിടേക്ക് പലയിടങ്ങളിൽ ഉപജീവനാർത്ഥമൊക്കെ ജോലി തേടിപ്പോയ ജൂതന്മാര് ഈ പെസകാചരണത്തിന്റെ സമയത്ത് വരുമ്പോൾ ഓരോ വീടുകളിൽ അവരെ കൈക്കൊള്ളുന്ന പതിവുണ്ട്. ആ വരുന്ന ആളാണ് അതിഥി എന്ന അർത്ഥത്തിൽ കാണുന്നത്. ഈ അതിഥി ഉത്സവ വസ്ത്രം ധരിച്ചു വേണം അന്നത്തെ അത്താഴത്തിന് പെസകാചരണത്തിൽ ഇരിക്കാൻ. വീട്ടുടയവൻ ആതിഥേയൻ അവരെ കൈക്കൊണ്ട് അവരെ പാദം കഴുകി ആദരിച്ച് അതിഥിയാക്കിയിരുത്തും. ഈ അതിഥികൾ രാജകീയ പരിഗണനയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടത് കൈയുടെ മൂട്ട് മേശമേൽ ഊന്നിയിരിക്കണം എന്നുള്ളതാണ്. മേശയിൽ ഊന്നി ഇങ്ങനെ ഇരിക്കണം. വലം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും. ഒരു രാജകീയ പ്രൗഢി. ഈ വലം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളിന്റെ സാന്നിധ്യം ഈ കഴിക്കുന്ന ആളിന് ശല്യമാവരുത്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അകലവും ഏറെയാണ്. തൊട്ടടുത്തിരിക്കാൻ പാടില്ല. പക്ഷെ ഈ പതിവ് തെറ്റിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടു. അത് നമ്മുടെ യോഹന്നാനാണ്. അങ്ങനെ എന്നിട്ട് യേശുവിന്റെ മാറോടങ്ങ് ചാരുകയാണ്. യേശുവിന്റെ മാറിൽ ഇങ്ങനെ ചാരി രാജകീയ പ്രൗഢിയിലിരിക്കുക. അപ്പോൾ മേശമേലല്ല, യേശുവിൽ ചാരി. യോഹന്നാന്റെ ഇരിപ്പ് കണ്ടില്ലേ? അദ്ദേഹം ബാല്യം മുതലേ ഈ രീതി ശീലിച്ചു പോന്നതിന്റെ ഒരു ഓർമ്മ മനസ്സിലുണ്ടാകണം. ഏതായാലും അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇങ്ങനെ ഇരുന്ന ശേഷം 4 കപ്പുകൾ, 4 പാനപാത്രങ്ങൾ കൊണ്ടുവെക്കും. ഈ 4 പാനപാത്രങ്ങളിൽ ഒന്നിലേക്ക് വൈനൊഴിക്കുകയാണ് ആദ്യത്തെ ഘട്ടം. ഈ വൈനൊഴിച്ച ശേഷം അത് ആശീർവദിക്കുക. ആശീർവദിച്ച ശേഷം വെള്ളവും തുവർത്തുമെടുത്ത് ഓരോരുത്തർക്കും കൊടുക്കും. ഒരു ബോട്ടിലിൽ വെള്ളമെടുത്ത് തുരുത്തിലെ വെള്ളം അവർക്ക് പാസ് ചെയ്യും, ഇറക്കിയും കൊടുക്കും. അങ്ങനെ തുവാല കൊണ്ട് കൈ തുടയ്ക്കും. ഇതിനുശേഷം അതിന്റെ അർത്ഥം ഫുഡിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ 1ാമത്തെ വൈൻ പകർന്നു കഴിഞ്ഞു. ഇതിനുശേഷം കൈ തുവർത്തി വന്നിരുന്നാൽ ഉടൻ കയ്പുചീര എടുത്ത് ചാറിൽ മൂക്കി ഈ വീട്ടുടയവൻ ആദ്യം ഭക്ഷിക്കും, ഓരോരുത്തർക്കും കൊടുക്കും. അദ്ദേഹം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി കോഴ്സ് 1 തീരുകയാണ്. എന്നിട്ട് പെസക ഭോജനം ഒരുക്കിയ മേശ അവിടേക്ക് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ കയ്പുചീര മുക്കി ഭക്ഷിക്കുന്നതോടുകൂടി കോഴ്സ് 1 കഴിയും. അതിനു മുമ്പ് തന്നെ ഈ പെസകായുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവെക്കും. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കേൾക്കുക. 1 പുളിപ്പില്ലാത്ത അപ്പമാണ്, 2 കയ്പ് ചീരയാണ്, 3 ചുട്ട ഇറച്ചിയാണ്. അതും 8 ദിവസം മുതൽ 1 വയസ്സുവരെ പ്രായമുള്ള ആട്ടിൻകുട്ടി ഉപയോഗിക്കാം. ഊനമില്ലാത്തതായിരിക്കണം. അതിന്റെ അർത്ഥം അറിയാമല്ലോ. യാതൊരു കുറവുമില്ലാത്ത നല്ല ആടിനെ വേണം ഇതിനു വേണ്ടിയിട്ട് എടുക്കാൻ. അപ്പോൾ 2ാമത്തെ കപ്പിലേക്ക് ഇനി വൈൻ നിറയ്ക്കുകയാണ് അടുത്ത കർത്തവ്യം. കോഴ്സ് 2 ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വൈൻ നിറച്ച് കഴിഞ്ഞാൽ ഉടൻ ഈ വീട്ടിലെ മോന് അത് ട്രെയിൻ ചെയ്തിട്ടിരിക്കുക. ആ ട്രെയിൻ ചെയ്ത മോൻ അപ്പനോട് ചോദിക്കും, അല്ലയോ അബ്ബാ, അബ്ബാ എന്ന് വെച്ചാൽ പിതാവ്, എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത? ഇത് ചോദിക്കാൻ അവനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കും. അപ്പോഴ് അപ്പൻ പറയും, മകനെ, എല്ലാ രാത്രികളിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്
പുളിപ്പുള്ളതോ പുളിപ്പില്ലാത്തതോ ആയ അപ്പം കൊണ്ടാണ്, ഏതെങ്കിലും ആകാം. പക്ഷെ ഇന്ന് നിർബന്ധമായി നമ്മൾ കഴിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം. മകനെ, എല്ലാ ദിവസവും നമ്മൾ കയ്പുള്ളതോ കയ്പില്ലാത്തതോ ആയ ചീര ഭക്ഷിക്കും. ഇന്ന് നമ്മൾ കയ്പുള്ള ചീരയെ ഭക്ഷിക്കാവൂ. മോനെ, എല്ലാ ദിവസവും നമ്മൾ ചാറിൽ 1 തവണ മുക്കും. ഇന്ന് നമ്മൾ 2 തവണ മുക്കും. മകനെ, നമ്മൾ സാധാരണ ഇറച്ചി ചുട്ടതോ പുഴുങ്ങിയതോ ഒക്കെ കഴിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ആട്ടിറച്ചി ചുട്ടു മാത്രമേ ഭക്ഷിക്കൂ. ഇതിനുശേഷം അവര് 113 114 സങ്കീർത്തനങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു സങ്കീർത്തനം വായിക്കും. എന്നിട്ട് ഈ വൈൻ കുടിക്കുന്നതോടെ ഈ പ്രോഗ്രാം തീർന്നു. ആശീർവദിക്കും, കയ്യും കഴുകും. ഇനി 3-ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോഴേക്ക് വൈൻ കപ്പ് 3 അത് തയ്യാറാക്കി വെക്കും. ഈ വൈൻ കപ്പ് 3 തയ്യാറാക്കി വെക്കുന്നതോടുകൂടി ഫുഡ് കഴിക്കാം. എന്നിട്ട് ഈ പുളിപ്പില്ലാത്ത അപ്പത്തെക്കുറിച്ച്, കയ്പുചീരയെക്കുറിച്ച്, എന്തിനാണ് 2 തവണ മുക്കുന്നതിനെ കുറിച്ച്, ഇറച്ചി ചുട്ടതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു പ്രഭാഷണവും ചരിത്രവും ഒക്കെ പിതാവ് സംസാരിക്കും. എന്നിട്ട് ഈ അപ്പം, കയ്പുചീര ചാറിൽ മുക്കിയത്, വീണ്ടും ഈ പറയുന്ന ഇറച്ചി ചുട്ടത് എല്ലാം ഷെയർ ചെയ്യും. ഇവ കഴിക്കുമ്പോൾ ആളുകൾ അരയിൽ തോർത്ത് കെട്ടിയും കാലിൽ ചെരുപ്പിട്ടു വേണമിരിക്കാൻ. തദനന്തരം 3-ാമത്തെ കപ്പ് വൈൻ കുടിക്കും. ഇതിനുശേഷം കൈയ്യഴും. ഏതാണ്ട് ഫുഡ് തീർന്നു. പക്ഷെ 1 കപ്പ് വൈനൂടുണ്ട്. ആ കപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് 115 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ, ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയും, അത് കുടിക്കാൻ പോവാം, അത് വായിക്കാൻ പോവാം. അതോടുകൂടെ ഉപയോഗിക്കുന്ന ആ കപ്പാകതുകൊണ്ട്, വൈൻ കപ്പ് അതായത് കൊണ്ട് അതിന് ഹല്ലേൽ കപ്പ് എന്ന് പറയാറുണ്ട്, ഹല്ലേൽ പാത്രം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഹല്ലേൽ പാത്രത്തിലെ വൈനാണ് ഒടുവിൽ അവർ ഉപയോഗിക്കുന്നത്. ഇടയ്ക്കൊരു കാര്യം കൂടെ, 3-ാമത്തെ ആ കോഴ്സ് കഴിയുമ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ പാടില്ല. കാരണം പെസഹാ ഭക്ഷണത്തിന്റെ മീതെ മറ്റൊരു ഭക്ഷണം വരാൻ പാടില്ല. അതുകൊണ്ട് ഒടുവിലത്തെ അപ്പം എന്ന അർത്ഥത്തിൽ, ഇന്ന് കഴിക്കേണ്ട ഒടുവിലത്തെ അപ്പം എന്ന അർത്ഥത്തിൽ അഫീക്കൊമൻ എന്നു പേരായ ഒരു കോഷറുണ്ട്, ഒരു ഫുഡുണ്ട്, അഫീക്കൊമൻ ഒരപ്പമാണ്. ആ അപ്പത്തിന്റെ പീസ് എടുത്താണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഒരു പീസ് കർത്താവ് ഇതാണ് എടുത്ത് യൂതയ്ക്ക് കൊടുത്തിട്ട് കഴിച്ചോളാൻ പറഞ്ഞത്. അപ്പൊ ഈ അഫീക്കൊമൻ എന്ന ഈ അപ്പം കയ്യിലെടുത്തിട്ട് അത് എല്ലാവർക്കും നുറുക്കി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഈ പതിവാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. ഈ അപ്പത്തെ എടുത്തിട്ട് കർത്താവ് പറഞ്ഞത്, ഇത് അഫീക്കോമനാണെന്നല്ല, ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ രക്തമാണ്. വൈനെടുത്തിട്ട്, ഏത് വൈന? ഹല്ലൽ കപ്പില വൈനെടുത്തിട്ട്. അപ്പോ ഹല്ലൽ കപ്പില വൈനും എടുത്തു, അഫീക്കോമൻ എന്ന അപ്പവും എടുത്തു. ഇത് എന്റെ രക്തത്തിന്റെ പുതിയ നിയമം, ഇതെന്റെ ശരീരം. ഒരിക്കലും ഈ അപ്പവും ഈ വൈനും അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ചില കത്തോലിക്ക സഹോദരങ്ങളൊക്കെ പറയാറുണ്ട്, തങ്ങൾക്ക് വായിൽ ഇതിന്റെ ടേസ്റ്റ് വന്നു. വായിൽ ടേസ്റ്റ് വന്നെങ്കിൽ ആർക്കും വരണ്ട, ഈ അപ്പം അക്ഷരാർത്ഥത്തിൽ മാറിയാൽ വരണ്ടേ. എനിക്കൊന്നും എന്റെ സഹോദരന്മാരത് സംസാരിക്കും, അവരുടെ ഇതെത്തുമ്പോഴത്തേക്ക് പറയും. അപ്പൊ ഇത്തരം ചില കെട്ടുകഥകളിൽ അഭിരമിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് തകർക്കപ്പെടാൻ പോകുന്ന തന്റെ തിരുശരീരത്തെ കാട്ടി നിങ്ങൾ നാളെ ഇത് കഴിക്കേണ്ടി വരുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് കഴിക്കണം. ഈ വൈൻ കുടിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക്. ആദ്യത്തെ തിരുമേശയുടെ ആചരണം അവിടെ തുടങ്ങി. ആദ്യത്തെ തിരുമേശയുടെ പ്രത്യേകത, അത് അവസാനത്തെ പെസകയായിരുന്നു, ആദ്യത്തെ തിരുമേശയായിരുന്നു. ആ തിരുമേശയ്ക്ക് 2 ഘട്ടം ഉണ്ടായിരുന്ന പറഞ്ഞത്. അത് പൗലോസിലേക്ക് എത്തുന്ന സന്ദേശത്തിന്റെ ഘട്ടം. അതിലത് ഒരു കാര്യമാണ്, 2 ഘട്ടമെന്ന് ഞാൻ പറഞ്ഞു തന്നേ. പൗലോസിലേക്ക് എത്തുമ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എപ്പോഴും ഓർക്കണം, ഒരു സംഭവത്തിന്റെ പാരമ്പര്യ ആചാരമല്ല പുതുനിയമം ആചരിക്കേണ്ട ഒരു കാര്യം, വിഭിന്നമാണ്. എന്താണ് കാരണം? നമുക്കറിയാം, ഏത് കാര്യത്തിലും എങ്ങനെ നടന്നു എന്നതിനേക്കാൾ എന്ത് പറഞ്ഞു എന്നതിനാണ് പ്രസക്തി. അങ്ങനെയെങ്കിൽ എന്താണ്
ഈ പെസകയ്ക്ക് പുതുനിയമത്തിലേക്കുള്ള പ്രസക്തി എന്ന് ചോദിച്ചാൽ നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ. അപ്പൊ അഫീക്കൊമൻ എന്ന ഈ അപ്പമെടുത്ത് നുറുക്കുന്നതോടുകൂടി, നമുക്ക് പങ്കിടുന്നതോടുകൂടി പെസകയ്ക്ക് തിരശീല വീടുകൊണ്ട് തന്റെ തിരുശരീരം തകർക്കപ്പെട്ട് നമുക്ക് വേണ്ടി അവിടുന്ന് പ്രാണനെ തന്നതിന്റെ ഓർമ്മയെ പ്രസിദ്ധമാക്കുന്ന ആ കർത്തൃമേശാചരണത്തിൽ ആ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചു. ചില പറയാറുണ്ട് 2 ആചാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അതിലൊന്ന് അത് തെറ്റാണ്. കർത്തൃമേശ ആചാരമല്ല, കാർമ്മികാനുഷ്ഠാനമൊന്നുമല്ല. അനുഷ്ഠിക്കുമ്പോൾ അതൊരു പ്രവൃത്തി തന്നെയാണ്. പക്ഷെങ്കിൽ ഇത് കാർമ്മികമായി അനുഷ്ഠിക്കാനുള്ള ഒരു കാര്യമല്ല. സ്പിരിച്വലി അക്സെപ്റ്റ് ചെയ്യുവാൻ, ആത്മീകമായി ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ അവിടുത്തെ മരണത്തോട് താതാത്മ്യം പ്രാപിക്കുവാൻ നമുക്ക് തന്നിട്ടുള്ള ആത്മീക ശുശ്രൂഷ തന്നെയാണ്. ഇതാണ് ഇതിന്റെ വസ്തുത. അവിടുന്ന് പൗലോസ് ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സഭയ്ക്ക് കൊടുക്കുമ്പോൾ, ഇതിനെ ലെജിസ്ലേറ്റ് ചെയ്യുമ്പോൾ പറയുകയാണ്, എന്തിനാണ് കർത്തൃമേശ? ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചെയ്ത് നമുക്ക് നൽകി. അവിടെ പറയപ്പെട്ട 4 കപ്പ് വെക്കുന്ന രീതിയോ ചുട്ട ഇറച്ചിയുടെ ആ സംവിധാനങ്ങളോ ഒക്കെ പുനഃസ്ഥാപിക്കലല്ല, മറിച്ച് അഫീക്കൊമൻ എന്ന ഈ അപ്പം, ആ അപ്പമെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചതോടുകൂടി ഇതാ പെസഹ എന്ന പഴയ നിയമ ശുശ്രൂഷയ്ക്ക്, അതിന്റെ ശൈലിക്ക് എന്നേക്കും നീക്കം വരുത്തി യേശുവിന്റെ വരവോളം ആചരിക്കേണ്ട തിരുമേശ എന്ന ആത്മീയ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചു. ഇതാണ് അതിന്റെ വേദപുസ്തക ചിന്ത. ഈ ചിന്തയിൽ അധിഷ്ഠിതമായി വീണ്ടും നമുക്ക് തിരുവെടുത്ത് പഠിക്കാനും വിശകലനം ചെയ്യാനും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അവസരം കൈമാറുന്നു. നമുക്ക് ശ്രദ്ധയോടിരിക്കാം. എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മള് ചിന്തിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിന്റെ പശ്ചാത്തലമാണ് നമ്മൾ കേട്ടത്. അടുത്തതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവ് അത് ശിഷ്യന്മാരെ പരമേൽപ്പിച്ചു. അപ്പോസ്തോലിക കാലഘട്ടം അല്ലെങ്കിൽ അപ്പോസ്തോല പ്രവൃത്തികൾ അവരെങ്ങനെ അനുഷ്ഠിച്ചു, അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം അതിന്റെ ആചരണം എങ്ങനെയായിരുന്നു, സഭാചരിത്രത്തിൽ അതിനെ കുറിച്ചുള്ള പഠനം എന്താണ്, ഈ വിഷയമാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ആ വിഷയത്തെക്കുറിച്ച് കർത്താരദാസൻ ഷിബു തോമസ് അവറുകൾ നമ്മളോട് സംസാരിക്കും. അതിന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസന്മാർ സംസാരിച്ചതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന, വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോർഡ്സ് ടേബിൾ യൂക്കാരിസ്റ്റ്. അതിന്റെ ആരംഭം എങ്ങനെയാ വന്നെന്നും, ഓൾഡ് ടെസ്റ്റ്മെന്റ് ടു ന്യൂ ടെസ്റ്റ്മെന്റ് ആ ജേർണി, കർത്താവായ യേശു ക്രിസ്തു അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിന് പിന്നിലുള്ള ഉദ്ദേശങ്ങൾ, കർത്താവായ യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചിരിക്കുന്നു എന്ന വിഷയമൊക്കെ നമ്മൾ കർത്താവിന്റെ ദാസന്മാരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇനിയും ഇതിന്റെ വേറെ വശങ്ങളും കർത്താവിന്റെ ദാസന്മാർ സംസാരിക്കും. എന്നോട് ആവശ്യപ്പെട്ട ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി, ചരിത്രത്തിൽ ലോർഡ്സ് ടേബിൾ അല്ലെങ്കിൽ ഈ കർത്താവിന്റെ മേശ, യൂക്കാരിസ്റ്റ്, ഇതിനെ എങ്ങനെയാ ചരിത്രത്തിൽ ഏർലി ചർച്ചസ് കണ്ടത്? How the early churches responded to this? What were the thoughts of early church? That is what I am going to present it before you. So, early church ന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഏർലി ചർച്ച് ഇതിനെ എങ്ങനെ കണ്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകമായി ഇതിന് മുമ്പിൽ സംസാരിച്ച ദൈവദാസൻ പാസ്റ്റർ അനിൽ സംസാരിച്ച് പറഞ്ഞ വിഷയത്തിൽ അത്രയും ഭാഗം വിട്ടിട്ട് അടുത്ത ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ യേശു ക്രിസ്തു അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും പൗലോസ് അത് എപ്രകാരം കൊരിന്ത്യ സഭയോട് പറഞ്ഞപ്പോൾ അതിനുള്ള എക്സ്പോസിഷനും നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി പോളിന്റെ ആ ഒരു എക്സ്പോസിഷന്റെ ശേഷമുള്ള ഏർലി ചർച്ചസ് നമ്മൾ പ്രത്യേകമായി എടുക്കേണ്ടത്. സോ യൂക്കാരിസ്റ്റ്, the name itself means thanksgiving and was an early Christian way of referring the celebration of Lord's table. So Eucharist അല്ലെങ്കിൽ ആ ഒരു പദം ഉപയോഗിക്കുമ്പോൾ തന്നെ താങ്ക്സ് ഗിവിംഗ്,
നന്ദി കരയറ്റുന്ന ഒരു ഭാഗമാണ്. But at the same time, this was the celebration of Lord's table. Believers in early centuries of church history regularly celebrated Lord's table as a way of commemorating, as a memorial of the death of Jesus Christ. The Lord himself commanded this observance on the night before his death, as the Apostle Paul recorded this in 1 Corinthians 11:23-26. നമുക്ക് 1 കൊരിന്ത്യർ 11 അധ്യായം 23 തൊട്ട് 26 വരെ വാക്യങ്ങളുടെ എക്സ്പോസിഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ബേസ്ഡ് ഓൺ ദാറ്റ്, ആ ബേസിലാ നമ്മളെ അടുത്തുള്ള ഹിസ്റ്ററിയിലേക്ക് പ്രവേശിക്കുന്നത്. So let me read that one more time for you. For I received from the Lord, for which I also delivered to you, that the Lord Jesus, in the night in which he was betrayed, took bread. And when he had given thanks, he broke it and said, "This is my body, which is for you. Do this in remembrance of me." So the word is, he broke it and said, "This is my body, and which is for you. Do this in remembrance of me." In the same way, he took cup also after supper, saying, "This cup is a new covenant in my blood. Do this as often as you drink it in remembrance of me. For as often as you eat this bread and drink this cup, you proclaim Lord's table or Lord's death until he comes." So, one of the important things between the time of Lord Jesus Christ and Paul, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമയം, ആ സഭയിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയം തൊട്ട് പൗലോസ് ഈ കൊരിന്ത്യ ലേഖനം പഠിപ്പിക്കുന്ന സമയം വരെയുള്ള ഇടകാലത്ത് ലോർഡ്സ് ടേബിൾ വാസ് ഓൾസോ എ പാർട്ട് ഓഫ് കോമൺ മീൽ. അന്നത്തെ കോമൺ മീൽ, അഗാപ്പി മീൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു പാർട്ടായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. സോ എവറി സൺഡേ ഈവനിങ് വാസ് most of the books, Didache, especially Didache പറയുന്നത്, most of the Sunday evenings they gather together. അങ്ങനെ അവർ ഒരുമിച്ച് gather ചെയ്തിട്ട് they will have a common meal, and after that they will definitely have Lord's table. So there was two things together. One was a common meal, at the same time second was a sacrament type of other things. Like they would give a special importance to this part of Lord's table. ഈ ഒരു ഭാഗം വന്നപ്പോൾ, കൊരിന്ത്യൻസിന്റെ സമയം വന്നപ്പോൾ, ഈ കോമൺ മീൽ, ഈ അഗാപ്പെ മീൽ അബ്യൂസ് ആയി ചർച്ചകളിൽ. അടുത്തുള്ള വികാസന്മാർ അതിന്റെ ചില പശ്ചാത്തലങ്ങൾ പറയുന്നതായിരിക്കും. പക്ഷേ ആ സമയം കൊണ്ട് പൗലോസിന്റെ കാലഘട്ടത്തിൽ തന്നെ കൊരിന്ത്യ സഭയിൽ ഒരു വലിയ അബ്യൂസ് കണ്ടു. എല്ലാവരും കൂടി ഒരുമിച്ച് കടന്നു വരുന്നു. പക്ഷേ അവിടെ കടന്നു വരുന്നവരിൽ പല വെറൈറ്റീസ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. There were so many other varieties. Merchants ഉണ്ട്, farmers ഉണ്ട്, business owners ഉണ്ട്, പല സൊസൈറ്റിയിലുള്ള ഒഫീഷ്യൽസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു യൂണിറ്റി മീലാണ് ഇത്. പക്ഷെ യൂണിറ്റിനെ അബ്യൂസ് ചെയ്ത് ഇതിപ്പോ ഡിസ്യൂണിറ്റി ആയി മാറി. കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ആദ്യം ഇരുന്ന് അവരുടെ വയർ നിറയെ അവരെ കഴിക്കുകയും പാവപ്പെട്ടവർക്കും ഈ സൊസൈറ്റിയിൽ വലിയ സ്ഥാനമാനം ഒന്നും ഇല്ലാത്തവര് പിന്നിരിക്കുകയും അവർക്ക് അവസാനമായി ഒന്നുമില്ലാതെ വരികയും, അങ്ങനെ വലിയൊരു ഇംബാലൻസ് കണ്ടപ്പോൾ ഈ കോമൺ മീൽ, അഗാപ്പെ മീലിനെ കംപ്ലീറ്റ് ആയിട്ട് റെഫ്യൂട്ട് ചെയ്യുമായിരുന്നു പൗലോസ്. So Apostle Paul was refuting that and saying that now onwards we are not going to concentrate on that. വിശക്കുന്നവൻ അവരവരെ ഭവനത്തിൽ പോയി കഴിച്ചു. ഇവിടെ വന്നിട്ട് ഡിസ്യൂണിറ്റി ഉണ്ടാക്കുവാനും ഈ നല്ല പവിത്രമായി ഉള്ള കർത്താവ് നൽകി തന്ന ഈ ഒരു മേശയെ അപമാനിക്കുവാൻ ഇനിയും ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത നിലയിൽ അതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയും പിന്നെ കർത്താവിന്റെ മേശ കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അതിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് പകരുകയും ചെയ്യുക. അപ്പോൾ ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ നന്നായി അറിയുകയും പഠിക്കുകയും ചെയ്ത പൗലോസ്, അപ്പോസ്തലനായ പൗലോസ്, നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ഒരു ക്രിസ്ത്യൻ തിയോളജിയൻ, വളരെ ബഹുമാനിക്കുന്ന ഒരു നല്ല ഒരു ലീഡർ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ കോമൺ മീൽ, അഗാപ്പെ മീലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ലോർഡ്സ് ടേബിളിനായിരുന്നു ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുകയും
അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാ 1 Corinthians 11:23-26 പ്രത്യേകമായി നമ്മൾ എടുത്ത് പഠിക്കേണ്ടത്. ഇനി ആ ചരിത്രം അവിടെ വെക്കുമ്പോൾ തന്നെ ഇനി ഈ സമയത്ത് 2 ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. There are 2 important questions as we discuss this, because we are going towards a discussion of more into transubstantiation, consubstantiation, memorial kind of things. So first question will be this: did the early church believe that the elements, the bread and the cup, were actually and literally transformed into a physical body and blood of Christ? In other words, did they articulate the doctrine of transubstantiation as modern Roman Catholics do? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാ, ഈ ലോർഡ്സ് ടേബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ തിയറി പഠിപ്പിക്കുന്ന റോമൻ കാത്തലിസം, അതിന്റെ അർത്ഥം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ ബ്രെഡ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരമായി മാറുകയും വീഞ്ഞ് യേശു കർത്താവിന്റെ രക്തമായി മാറുകയും ചെയ്യുന്നു എന്നുള്ള ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അതായിരുന്നു ആദ്യത്തെ പഠിപ്പീര്. ഏർലി ചർച്ച് അതായിരുന്നു ബിലീവ് ചെയ്തത്. അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രാധാന്യമായ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ചരിത്രം പഠിക്കുന്നതിന്റെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഏറ്റവും കാതലായിരിക്കുന്ന റീസൺ അതാ. Was early church talking about it? Was their understanding about it? Second question ചോദിക്കേണ്ടത്, did early Christians view Eucharist as a propitiatory sacrifice? Or put another way, did they view it in terms of articulated by 16th century Council of Trent? രണ്ടാമത്തെ ചോദ്യം, ആദ്യ നൂറ്റാണ്ടിലെ സഭകൾ ഇതിനെ ഒരു ബലിയായി കണ്ടിട്ടുണ്ടോ? ഇതിനെ ഒരു കുർബാനായി കണ്ടിട്ടുണ്ടോ? Was that a sacrifice? Did that church look that as a sacrifice? Because Council of Trentലെ ഏറ്റവും വലിയ വിഷയം ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, ഈ പദാർത്ഥങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും, സെക്കൻഡ് ഇതൊരു ബലിയ, ഇതൊരു സാക്രിഫൈസാ എന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അത് 16th സെഞ്ചുറിയിൽ വന്നിട്ട് കൗൺസിൽ ഓഫ് ട്രെന്റിൽ 16 സെഞ്ചുറീസ് കഴിഞ്ഞിട്ട് കൗൺസിൽ ഓഫ് ട്രെന്റിൽ അത് അങ്ങനത്തെ ഒരു തിയറി കൊണ്ടുവരുന്നപ്പോൾ അത് വാസ്തവമായിട്ട് അങ്ങനെ തന്നെ ആയിരുന്നോ ഏർലി ചർച്ചിൽ? അത് നമുക്ക് ചരിത്രത്തിന്റെ പുസ്തകത്തിൽ നേരിട്ട് നോക്കേണ്ടി വളരെ ആവശ്യം. What are the important things? ഈ 2 ക്വസ്റ്റ്യൻ ഒരുമിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ what are the important things നമ്മൾ നോക്കേണ്ടത്, ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ തിയറിയെ ഹോൾഡ് ചെയ്യുന്ന റോമൻ കാത്തലിസം അത് ഏത് ബേസിലാണ് അതിലേക്ക് വരുന്നത്? ഏത് ബേസിലാണ്? അപ്പോൾ തർക്കമായി അവർ ഉപയോഗിക്കുന്നത് ഏർലി ചർച്ച് ഫാദേഴ്സ് അങ്ങനെയാ കണ്ടതെന്ന് അവർ പറയുന്നത്. സോ ഏർലി ചർച്ച് ഫാദേഴ്സ് എങ്ങനെ കണ്ടു അതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകമായി ട്രാൻസബ്സ്റ്റാൻസിയേഷനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന ചില പേരുകൾ, ഏർലി ചർച്ച് ഫാദേഴ്സ്, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് ഏറ്റവും അധികമായി എടുക്കുന്ന ഒരു പേരാണ്. ആൻഡ് ദെൻ ഐറേനിയസ്. അപ്പം ആന്റിയോക്ക്, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് ഏകദേശം 110 AD. Irenaeus somewhere close to 202. ഐറേനിയസിന്റെ പല കോട്ട്സ് എടുക്കുന്നുണ്ട്. തെർത്തൂലിയൻ ബിറ്റ്വീൻ 160 to 225. പിന്നെ എടുക്കുന്ന ഒരു കോട്ട ഒറിഗന്റെ 182 till 254 വരെയുള്ള സമയങ്ങൾ. പിന്നെ അഗസ്റ്റിന്റെ കോട്ട് എടുക്കാറുണ്ട്. ഇച്ചിരി ലേറ്റ് ഒരു 4th century ആയപ്പോഴത്തേക്കില്ല 354 to 430 AD ആ സമയങ്ങളുടെ. ഈ തിയോളജിയൻസിനെ ഇപ്പൊ പേര് പറഞ്ഞ തിയോളജിയൻസ്, ഏർലി ചർച്ച് ഫാദേഴ്സ്, ഇവരുടെ ഒക്കെ പേരുകൾ എടുത്തിട്ടാ അവരങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ അവരുടെ കോട്ടിനകത്ത് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ നമ്മൾ ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ തിയറിയെ സ്ഥാപിക്കാൻ നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവരുടെ എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കുറച്ചുപേരെ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ വായിക്കാം, ഏത് ബേസിൽ ഇത് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്കിനെ തന്നെ എടുക്കാം.
പ്രത്യേകമായി ട്രാൻസ്സബ്സ്റ്റാൻസിയേഷന്റെ പ്രപ്പോസൽ ഇടുന്നവർ പറയുന്ന ഒരു ഭാഗം ലെറ്റർ ടു സ്മിനേറിയൻസ് ചാപ്റ്റർ 6:2 till chapter 7:1 വരെ. അതിനകത്തെ ചില നോട്ടുകൾ ഞാൻ പറയാം. ടേക്ക് നോട്ട് ഓഫ് ദോസ് ഹു ഹോൾഡ് heterodox opinion of the grace of Jesus Christ which has come to us, and see how contrary their opinions are to the mind of God. They abstain from Eucharist and from prayer because they do not confess the Eucharist is the flesh of our Savior Jesus Christ, flesh which suffers for our sin, and which that Father in his goodness raised up again. They who deny the gift of God are perishing in their disputes. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു നോട്ട് ഫോർ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. അപ്പൊ ശ്രദ്ധിക്കണം, ഈ പേര് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. രണ്ടാമത്തെ പേര് ഐറേനിയസ്. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് എടുക്കുന്നത് പ്രത്യേകമായി എഗെയിൻസ്റ്റ് ഹാരസീസ് ചാപ്റ്റർ 4:17 മുതലുള്ള വാക്കുകളാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, he took from among creation that which is bread and gave thanks, saying, this is my body. The cup likewise, which is from the creation to which we belong, he confessed to be his blood. അപ്പോൾ ഐറേനിയസും കൂടി പറയുന്നു, this is body and this is blood. ശ്രദ്ധിക്കുക, നമ്മൾ മൊത്തം വായിച്ചിട്ടില്ല. ഞാൻ പ്രത്യേകമായി ട്രാൻസ്സബ്സ്റ്റാൻസിയേഷന് വേണ്ടി റോമൻ കാത്തലിക്സ് ഉപയോഗിക്കുന്ന നോട്ട്സുകളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ഇനി അതിന്റെ കഴിഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ തെർത്തൂലിയന്റെ വാക്കുകൾ എടുക്കാറുണ്ട്. എസ്പെഷ്യലി ദ ബുക്ക് ഉപയോഗിക്കുന്ന ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ് എന്നുള്ള ബുക്കിൽ നിന്ന്, ദ ഫ്ലഷ് ഫീഡ്സ് ഓൺ ദ ബോഡി ആൻഡ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് ദ സോൾ ലൈക്ക്വൈസ് മേ ബി ഫിൽഡ് വിത്ത് ഗാഡ്. അപ്പോൾ ലോർഡ്സ് ടേബിളിനെ കുറിച്ച്, യൂക്കാരിസ്റ്റിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഓക്കെ, ഇതിന്റെ ബാക്കി ഞാൻ പറയുന്നതായിരിക്കും. അടുത്ത സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കുന്ന ഡോക്യുമെന്റാ ഒറിഗന്റെ. അപ്പോൾ ഹോമിലീസ് ഓഫ് നമ്പേഴ്സ് എന്നുള്ള പുസ്തകത്തിൽ നിന്നും ചാപ്റ്റർ 7:2 അവിടെ ഒറിഗൻ പറയുന്ന വാക്കുകൾ, formerly in an obscure way there was manna for food. Now, however, in full view, there is the true food, the flesh of the word of God, as he himself says, my flesh is true food and my blood is true drink. അപ്പോൾ ഒറിഗന്റെ ആ വാക്കും എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായി ഒരാളിനെ കൂടി ഞാൻ കോട്ട് ചെയ്യാം. ട്രാൻസ്സബ്സ്റ്റാൻസിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയ അഗസ്റ്റിന്റെ കോട്ട്, and this is from his sermons 2:27. I promised you, new Christians നോട് പറയുക, I promised you, you have now been baptized, a sermon in which I would explain the sacrament of Lord's table. പിന്നെ താഴെ താൻ പറയുന്നത്, that bread which you see on the altar, having been sanctified by the word of God, is the body of Christ. That chalice, or rather what is in that chalice, have been sanctified by the word of God, is the blood of Christ. അപ്പോൾ ഞാനിപ്പോ ഇത്രയും പേരെ കോട്ട് നിങ്ങളെ വായിച്ചപ്പോൾ നമുക്കൊക്കെ ഒരു ധാരണ കിട്ടി. യെസ്, ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ ആദ്യ നൂറ്റാണ്ടിൽ ഈ ദൈവദാസന്മാര്, ചർച്ച് ഫാദേഴ്സ് അതിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെയാ പകുതി ട്രൂത്ത് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇതിന്റെ ഫുൾ ട്രൂത്ത് കൂടി മനസ്സിലാക്കണം. So half truth is a full lie. Always remember this. Half truth is a full lie. So what is the truth? First of all, when you read all these things, you should understand this statement parayumbol, what was the context behind this statement. This statement okke vaayikkumbol idinte context endu aayirunnu, edu sahacharyatila ഈ ചർച്ച് ഫാദേഴ്സ് ഈ ഒരു പദം, ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ് എന്നുള്ള പദം ഉപയോഗിച്ച്. ഇനി ശ്രദ്ധിച്ചേ, ഈ പദം യേശു കർത്താവ് തന്നെ ഉപയോഗിച്ചതാ. അതുകൊണ്ട് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ്. പക്ഷെ പിന്നെ പറഞ്ഞത് ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ വാക്കുകളാകിയാൽ അതിനകത്ത് ഇനി നമുക്ക് വേറൊരു സംശയമൊന്നും വരുന്നില്ല. പക്ഷേ അത് ഏത് കോണ്ടെക്സ്റ്റിലാ പറഞ്ഞത് എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ഒബ്വിയസ്ലി
There is no disputing that the fact that the patristic authors made statement like the bread is the body of Christ and the cup is the blood of Christ. But there is a question of exactly what they meant when they used that language. After all, Lord himself said, this is my body and this is my blood. So it is not surprising that the early fathers echoed those words. So early fathers were reiterating or echoed the same thing. കർത്താവ് യേശു പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു ഏർലി ചർച്ചിന്റെ ഈ ചർച്ച് ഫാദേഴ്സ് പറഞ്ഞത്. അപ്പോൾ but what did they mean when they used the language of Christ to describe the Lord's table? Did they intend the elements to be viewed as Christ's literal flesh and blood, or did they see the element as symbols and figures of those physical realities? ശ്രദ്ധിക്കുന്ന കാര്യമില്ല, അവരത് പറഞ്ഞപ്പോൾ വാസ്തവമായി ഈ ബ്രെഡിനെയും വൈനെയും രക്തവും ശരീരമായിട്ടാണോ കണ്ടിട്ടാണോ പറഞ്ഞത്, അതോ ഇതിനെ സിംബോളിക് ഫിഗർ ആയിട്ടാണോ പറഞ്ഞത്? അതാ ശ്രദ്ധിക്കുന്നത്. ഈ ഇതിന് when I give this answer, ഇതിന്റെ ആൻസർ ഞാൻ രണ്ടായിട്ട് പറയാം. ഒന്ന്, we need to interpret the church fathers statement within their historical context. ഈ ചർച്ച് ഫാദേഴ്സ് പറഞ്ഞ വാക്കുകളെ അവരുടെ ചരിത്ര പശ്ചാത്തലത്തിൽ തന്നെ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. അതിനെ ആദ്യം മനസ്സിലാക്കാം. Such is especially true with regard to the quotes cited above by Ignatius and Irenaeus. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഗ്നേഷ്യസിന്റെയും ഐറേനിയസിന്റെയും കോട്ട് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷന്റെ കോട്ട് ആണതുപോലെ തന്നെ തോന്നും. അത് 100% ആയിട്ട് അങ്ങനെ തന്നെ തോന്നും. പക്ഷേ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുക. During their ministries, അവരുടെ മിനിസ്ട്രി കാലഘട്ടത്തിൽ both men found themselves contending against the theological error of Docetism. ഡൊസറ്റിസമിന്റെ ഏറ്റവും വലിയ അറ്റാക്ക് നടക്കുന്ന കാലഘട്ടത്തിലാ ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, ഐറേനിയസ്, ഇവർ രണ്ടുപേരും ഈ കാര്യങ്ങൾ എഴുതുന്നത്, അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡൊസറ്റിസം ഒരു വലിയൊരു തിയോളജിക്കൽ എററായി കയറി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഡൊസറ്റിസമിന്റെ എതിരായി സംസാരിച്ചു. ഇനി ഡൊസറ്റിസം ചോദിച്ചാൽ തന്നെ എന്തുവാ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഡൊസറ്റിസം? ആദ്യം അതൊന്ന് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാക്കുന്നത്. So Docetism means a component of Gnostic teaching. Gnosticism ഒരു ടീച്ചിങ് ആയിരുന്നു ഈ Docetism, which taught that all matter was evil. Consequently, Docetism denied that Jesus possessed a real physical body. അപ്പോൾ Docetismനകത്ത് അവർ പഠിപ്പിച്ചത് യേശു ഒരിക്കലും ഒരു റിയൽ ഫിസിക്കൽ ബോഡി പൊസസ് ചെയ്തിട്ടില്ല. According to Docetism, Jesus had never had a physical body, real physical body. It was against that false teaching that Apostle John declared in 2 John verse 7. Apostle John said, "For many deceivers have gone out into the world, those who do not acknowledge Jesus Christ as coming in the flesh. This is the deceiver and the antichrist." അപ്പോൾ ഡൊസറ്റിസം പഠിപ്പിച്ചത് യേശു കർത്താവ് സ്വന്തമായി അക്ഷരികമായി ഒരു ഫിസിക്കൽ ബോഡി ഒരിക്കലും എടുത്തിട്ടില്ലെന്ന് ഡൊസറ്റിസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാ ഐറേനിയസും ഇഗ്നേഷ്യസും അവരുടെ സർമണുകൾ എഴുതുകയും ഈ എഴുത്തുകൾ എഴുതുകയും ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തില യോഹന്നാൻ പോലും 2 യോഹന്നാൻ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ, "For many deceivers have gone out into the world who do not acknowledge Jesus Christ has come in the flesh." അപ്പൊ യേശു ക്രിസ്തു ശരീരത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ഒത്തിരി ഡിസീവേഴ്സ് ഈ ലോകത്തിലുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞാൽ അവർ ഡിസീവർ, അവർ അന്തിക്രിസ്തുവിന്റെ ആൾക്കാരാണെന്നാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമുള്ള ഒരു സമയമാണ്. അങ്ങനെ in order to combat the false notion of Docetism, Ignatius and Irenaeus echoed the language of Jesus Christ using the Last Supper, paraphrasing his word, "This is my body, this is my blood." Such provided a highly effective arguments against Docetic heresies, since our Lord's word underscored the fact that he possessed a real physical body.
അപ്പോൾ ഐറേനിയസും ഇഗ്നേഷ്യസും മറ്റേ പദം കർത്താവായ യേശുക്രിസ്തുവിന്റെ പദം കൂടെ എടുക്കുന്നതിന്റെ ഒരു റീസൺ, ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ് എന്ന് പറയുമ്പോൾ ഈ ബ്ലഡിന്റെ ഈ വൈനും ബ്രെഡിന്റെയും എലമെന്റിന്റെ ഒരു കോൺസിക്രേഷനും എലമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ വേണ്ടി അല്ലായിരുന്നു. പക്ഷേ ഡൊസറ്റിസം പ്രചരിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു ഒരു ഫിസിക്കൽ ബോഡി ഇല്ലായിരുന്നെന്നും ബ്ലഡ് ഇല്ലായിരുന്നെന്നും എന്ന് പറയുമ്പോൾ അതിനെ റൂട്ട് ഔട്ട് ചെയ്യുവാൻ, അതിനെ എന്നേക്കുമായി അകറ്റി മാറ്റുവാൻ, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റിനെ ഖണ്ഡിക്കുവാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാ യേശുവിന്റെ ആ വാക്കുകൾ ഉദ്ധരിച്ചു പറഞ്ഞത്, ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ്. അത് അപ്പവും വീഞ്ഞിനും ഒരു പ്രാധാന്യം കൊടുത്തിട്ട് അതിനകത്തൊരു വസ്തുമാറ്റം വരുന്നു എന്ന് പറയാൻ വേണ്ടി അല്ലായിരുന്നു. ട്രാൻസബ്സ്റ്റാൻസിയേഷന് വേണ്ടി പറഞ്ഞ സപ്പോർട്ടീവ് വാക്യങ്ങൾ അല്ലായിരുന്നു. അപ്പോൾ ആദ്യം ഈ പശ്ചാത്തലം മനസ്സിലാക്കണം. പിന്നെ ഇവർ എഴുതിയ ആ പദത്തിന് താഴെ എഴുതിയ പദങ്ങൾ നമ്മൾ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഈ ജനറേഷൻ ആഫ്റ്റർ ഐറേനിയസും ഈ ഇഗ്നേഷ്യസും ഇവരുടെ ജനറേഷൻ കഴിഞ്ഞിട്ട് തെർത്തൂലിയനൊക്കെ വന്ന സമയത്ത് തെർത്തൂലിയൻ ഓൾസോ യൂസ് ദ സെയിം തിങ്. തെർത്തൂലിയനും ഉപയോഗിച്ച ഇത് തന്നെ വാക്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഞാൻ ഒന്ന് രണ്ട് വായിച്ചു കേൾപ്പിക്കാം. തെർത്തൂലിയന്റെ എഗെയിൻസ്റ്റ് മാർസിയോനാത്താണെന്നല്ലോ തെർത്തൂലിയന്റെ ഈ കോട്ട് ട്രാൻസബ്സ്റ്റാൻസിയേഷനെ സപ്പോർട്ട് ചെയ്ത് വായിച്ചത്. ഇനി അതിന്റെ താഴെ എഴുതിയ വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദിസ് ഈസ് വാട്ട് Tertullian wrote, and I quote from Against Marcion, chapter 4, statement 40. This is what it is. Having taken the bread and given it to disciples, Jesus made it his own body by saying, this is my body, that is the symbol of my body. There could not have been a symbol, however, unless there was first a true body. An empty thing or phantom is incapable of symbol. He likewise, when mentioning the cup and making the new covenant to be sealed in his blood, affirms the reality of his body. For no blood can belong to a body that is not a body of flesh. Quote finished. That means Tertullian പറയുക, ഡിസൈപ്പിൾസിന് ശിഷ്യന്മാർക്ക് ഈ അപ്പവും വീണ്ടും പകർന്നു കൊടുക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ദിസ് ഈസ് മൈ ബോഡി. അപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക, ദാറ്റ് ഈസ് ദ സിംബൽ ഓഫ് മൈ ബോഡി. അപ്പോൾ തന്നെ അവിടെ താഴെ എഴുതിയിരിക്കുന്നത്, there could not have been a symbol, however, unless there was first a true body. ആദ്യം ഒരു ട്രൂ ഫിസിക്കൽ ബോഡി ഇല്ലാതെ എങ്ങനെയാ സിംബൽ കൊടുക്കുന്നത്? അപ്പോൾ ഡൊസറ്റിസമിന്റെ മാർസിയോന്റെ എതിരായി എഴുതുമ്പോൾ എഴുതിയ വാക്കുകളായത്. അപ്പോൾ ദിസ് ഈസ് മൈ ബോഡി എന്ന് പറയുമ്പോൾ ആ അപ്പം ബോഡിയായി മാറുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഒരു ട്രൂ ബോഡി ഉണ്ടായിരുന്നു. അതിലെ സിമ്പിളായിട്ടാണ് ഈ അപ്പം ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഒരു ട്രൂ ബോഡി ഇല്ലാതെ എങ്ങനെയാ സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ട്രൂ ബോഡി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സിമ്പിളിനെ ദിസ് ഈസ് മൈ ബോഡി എന്ന് എഗെയിൻസ്റ്റ് മാർസിയോൻ ആ തെർത്തൂലിയൻ എഴുതുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, ട്രാൻസബ്സ്റ്റാൻസിയേഷനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയ അല്ലാതെ ഡൊസറ്റിസമിനെയും മാർസിയോനെയും എതിരായി അവരുടെ ടീച്ചിങ്സിനെ എതിരായി എഴുതിയ സംഭവം. Tertullian's explanation could not be more clear than this. This is the most clear statement from Tertullian. On one hand, he based his arguments against Gnostic Docetism on the words of Christ, this is my body. On the other hand, Tertullian recognized that the elements themselves ought to be understood as symbols which represent the reality of Christ's physical body. Because of the reality they represented, they provided a compelling refutation of Docetic error. So Tertullian's statement, Ignatius' statement, Irenaeus' statement, okay, transubstantiation support ചെയ്തല്ല, Docetism refute ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇതിനകത്ത് തന്നെ we should also, the second point of the answer is, we should also allow the church fathers to clarify their understanding of Lord's table. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു കോട്ട്, നമുക്ക് വേണ്ടിയ കോട്ട് മാത്രം എടുക്കുകയും ബാക്കി കോട്ട് വിടുകയും ചെയ്യുന്നത് തെറ്റാ. ഞാൻ പറഞ്ഞല്ലോ, half truth is full lie. So let's allow, give time
to the same church fathers whose quotes are taken for the support of transubstantiation. Let's allow these church fathers to tell the full understanding. നമ്മൾ കുറെ ചർച്ച് ഫാദേഴ്സിന്റെ കോട്ട് എടുത്തുകൊണ്ടായി പറയുന്ന ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ചർച്ച് ഫാദേഴ്സിനെ ഒന്ന് അനുവദിക്കാം, നമുക്കൊന്ന് അനുവദിച്ചു കൊടുത്തേ, ഫുൾ പറയാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തേ. അങ്ങനെ എങ്ങനെ അനുവദിക്കുന്നത്? അവർ എഴുതിയ മൊത്തം വായിക്കണം. ഇപ്പൊ പകുതി വായിച്ചിട്ടുള്ളൂ, ഇനി മൊത്തം കൂടി വായിക്കണം. ഇനി ആ വാക്കുകൾ ഞാൻ വായിക്കാൻ പോകും. യുനോ ഈ ലാംഗ്വേജ് നമ്മൾ എപ്പോഴും കാണാം, ദിസ് ഇസ് മൈ ബോഡി, ദിസ് ഇസ് മൈ ബ്ലഡ് എന്ന ലാംഗ്വേജ് കാണാം. ഓക്കെ, നമ്പർ 1 ഉപയോഗിക്കേണ്ട കർത്താവ് നമുക്ക് വേദപുസ്തകമാണ് ഏറ്റവും പ്രാധാന്യമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ കാര്യങ്ങൾ ദൈവദാസന്മാർ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പിലും പറഞ്ഞു, ഇനിയും ഞാൻ കഴിഞ്ഞിട്ടും പറയാൻ പോകുന്ന ആൾക്കാർ വേദപുസ്തകം ആധാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ചരിത്രത്തിനകത്തുനിന്ന് ഞാൻ പറയാൻ വേണ്ടിയാ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിന്റെ കാര്യങ്ങൾ എടുക്കുന്നേ ഇല്ല. അത് ദൈവദാസന്മാർ കൈകാര്യം ചെയ്തു, ഇനിയും കൈകാര്യം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ചരിത്രത്തിൽ നിന്ന് തുല്യമായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറിയിൽ തുല്യമായി നിന്ന ഒരു സംഭവമാണ് ദ ഡിഡാക്കെ. അപ്പോൾ ഡിഡാക്കെ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ബിസൈഡ് ബൈബിൾ. സോ ബൈബിളിനെ നമ്മൾ ആധാരമായി എടുക്കുന്നു, ദാറ്റ് ഇസ് ഓതന്റിക് അതോറിറ്റേറ്റീവ്. പക്ഷെ സപ്പോർട്ടീവ് ഡോക്യുമെന്റ് ആയ ഡിഡാക്കെ എടുക്കുകയാണെങ്കിൽ ഡിഡാക്കയിൽ എഴുതിയ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സോ ഡിഡാക്കെ was written in the late 1st or early 2nd century. Refer to the elements of Lord's table. Didache chapter 9. Let me read from Didache chapter 9. Didache chapter 9 says, that's a long, very long passage, but I will just use one quote. Spiritual food and spiritual drink. Lord's table as spiritual food and spiritual drink. The long passage detailing the Lord's table in its early Christian document gives no hint of transubstantiation whatsoever. ഡിഡാക്കകത്ത് ഒരു ഹിന്റുമില്ല ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. അവിടെ ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട് ലോർഡ്സ് ടേബിളിനെ കുറിച്ച്, ഇത് ആത്മീക ഭക്ഷണവും ഇത് ആത്മീക പാനീയവുമാകുന്നു. ദിസ് ഈസ് എ സ്പിരിച്വൽ ഫുഡ് ആൻഡ് എ സ്പിരിച്വൽ ഡ്രിങ്ക്. There is no connection with transubstantiation. There is no connection with changing up of materials. Apol, after Bible, most of the historians, theologians, they search Didache for Didache ayettulla search cheyne adinagattunnu answer kittan vendi. So there is no answer in Didache. Any important? Let's take Justin Martyr. So Justin Martyr from 110 to 165. അദ്ദേഹത്തിന്റെ എഴുത്ത്, his one of the writing is Dialogue with Trypho. In the writings of Dialogue with Trypho, page 70, this is what it is written. Spoke of bread which our Christ gave us to offer in remembrance of body, that he assumed for the sake of those who believed in him, for whom he also suffered, and also to the cup which he taught us to offer in Eucharist in commemoration of his blood, in remembrance, in memorial of his blood. So this is Justin Martyr. From where we can bring the transubstantiation from the word of Justin Martyr. നമുക്ക് എങ്ങും ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ കാണുന്നില്ല. ജസ്റ്റിൻ മാർട്ടിന്റെ റൈറ്റിംഗിനകത്ത് ഡയലോഗ് വിത്ത് ട്രയംഫ് എന്നുള്ള റൈറ്റിംഗിനകത്തുനിന്നാണ് ഞാൻ ഈ വാക്കുകൾ വായിക്കുന്നത്. Which is clear, Justin Martyr believed in the memory or in the remembrance of what has happened. It's not changing of substance, but we use this as a symbol to remember. Okay, now let's take another person. Okay, ട്രാൻസ്സബ്സ്റ്റാൻസിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ചില വ്യക്തികളായി ഇവര്, അവരുടെ ഫുൾ കാര്യങ്ങൾ വായിക്കാതെ നമ്മൾ എടുത്ത തീരുമാനങ്ങളാണ്. സോ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയന്റെ എഴുത്തുകൾ, the instructor, his one of the very famous writing is the instructor chapter 2 and its statement number 2. Clement of Alexandria explains that the scripture accordingly has named wine the symbol of sacred blood. A symbol of sacred blood. This is a quote. The quote, the scripture accordingly has named wine the symbol of sacred blood. Quote finished. So this is the Clement of Alexandria. Any Origen's വാക്കുകൾ എടുക്കുന്നുണ്ടല്ലോ. Let's take Origen. When he writes his writing against Celsus, writing under
Adande, chapter number 8, statement number 57. Chapter number 8, statement 57. And I quote, "We have a symbol of gratitude to God in bread, which we call Eucharist." Apo Origende quote, we have a symbol of gratitude to God in the bread which we call Eucharist. അപ്പോൾ ബ്രെഡിനകത്ത് എന്തുവാണെന്ന് ചോദിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ബോഡി ആയിട്ട് മാറുമല്ല. It is a symbol of gratitude to God. It is a symbol. So നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോഴും നമ്മൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് വരിക. ഇനി അടുത്ത ഒരാളാ വളരെ ഇമ്പോർട്ടന്റ്, Cyprian. Cyprian was between 200 and 258. In his writing, where there is an epistle of Cyprian, epistle chapter 63 and statement 7 or verse 7. It says, let me read it for you. Quote, "The Eucharist, using very literal language, spoke against any who might use mere water for the celebration of Lord's table. In condemning such practices, he explained that the cup of the Lord is a representation of blood of Christ. I marvel much whence this practice has arisen, that in some places, contrary to evangelical and apostolic discipline, water is offered in the cup of the Lord, which alone cannot represent the blood of Christ." Now, Cyprian 200 and 258 ഇടയിലുള്ള one of the person who have learned Lord's table so closely, വീഞ്ഞിന് പകരം വെള്ളം പകർന്നു കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് കണ്ടപ്പോൾ തന്നെ എഴുതിയതാ, വീഞ്ഞ്, that is representing the blood of Jesus Christ. Velam, how can water represent the blood? Water cannot. So it has to be wine. So anganeya Cyprian de irtha. So I quoted that. In Eusebius of Caesarea, proof of gospel and the writing natha. And Eusebius of Caesarea is from 263 to 340 AD. That means 4th century vareyulla sambhava. Okay, the 4th century vare nammal ekadesham. So Eusebius of Caesarea, his symbolic view, and this is bringing from the proof of gospel ne kartava Yeshu Christu paranja gospel ne പൂർണ്ണമായി അതിന്റെ പ്രൂഫിനെ തെളിവായിട്ട് bringing up the proof of the gospel is right, and what Paul was talking is right. And this he is writing in Demonstratio Evangelica, chapter 8, statement number 1 till chapter 76 and 80. Okay, so let me read that quote and unquote. "For with the wine, which was indeed the symbol of his blood, he cleanses them that are baptized into his death and believe on his blood of their old sin, washing them away and purifying their old garments and vesture, so that they, ransomed by the precious blood of divine spiritual grapes, and with the wine, from this wine, put off the old man with his deeds and put on the new man, which is renewed to the knowledge in the image of him that created him." Going down, he gave to his disciples when he said, "Take, drink, this is my blood that is shed for you for the remission of sins, and do in remembrance of me." And his teeth are white as milk, shows the brightness and purity of sacramental food. For again, he gave himself the symbol of his divine dispensation to his disciple when he bade them make the likeness of his own body. For since he has no more was to take pleasure in bloody sacrifices, or those ordained by Moses in the slaughter of animals of various kinds, and was to give him bread to use as a symbol of his body, he taught the purity and the brightness of such food by saying, "And his teeth are white as milk." See, Eusebius of Caesarea, now he is bringing up
the whole concept of symbolism, like symbolic representation of bread and blood. അപ്പോൾ Eusebius of Caesarea, early church fathers വരുന്നതാ, early writings ആ. അദ്ദേഹം വളരെ വ്യക്തമായി ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആ സിംബോളിസമിനെ കുറിച്ച് എഴുതുന്നത്. താൻ വിശ്വസിച്ചു ഇത് പക്ക സിംബോളിക്കാ, ഇതിനകത്ത് വേറെ ഒന്നും വസ്തുമാറ്റങ്ങൾ വരുന്നില്ല, ക്ലിയർ ആയിട്ട്. പക്ഷേ ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ് എന്നുള്ള പദത്തെ മാത്രം പിടിച്ചും കൊണ്ട് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ സ്ഥാപിക്കാൻ പോയ അബദ്ധങ്ങളാണ് നമ്മളിപ്പോൾ എക്സ്പോസ് ചെയ്തത്. സോ ഞാനിപ്പോ പറഞ്ഞ എല്ലാം വിത്ത് പ്രൂഫാ, വിത്ത് കോട്ടാ, വേർ ഇറ്റ് ഈസ് റിട്ടൺ, ഏത് ചാപ്റ്റർ ഏത് പേജ് അത് കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. അടുത്തത് അത്തനേഷ്യസ്, ഏറ്റവും വലിയ ഒരു കോട്ടായിട്ട് നമ്മൾ എടുക്കുന്ന ട്രാൻസബ്സ്റ്റാൻസിയേഷന്റെ സപ്പോർട്ടീവ് ഡോക്യുമെന്റ് ആയിട്ട് കൊണ്ടുവരുന്ന അത്തനേഷ്യസിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അത്തനേഷ്യസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലൈക്ക് 296 and 373, ഏകദേശം അതിന്റെ ഇടയിൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, സോ അത്തനേഷ്യസിന്റെ റൈറ്റിംഗ്സിനകത്ത് ഫെസ്റ്റൽ ലെറ്റേഴ്സ്, that is the name of the writing, Festal Letters, chapter 4, statement 19. Let me read that for you. ഇംഗ്ലീഷിലാണല്ലോ അവർക്ക് എഴുതിയത്, അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്ക് അങ്ങനെ തന്നെ വായിക്കാം. Quote, similarly contended that the element of the Eucharist are to be understood spiritually, not physically. What he says is not fleshy but spiritual. For how many would the body suffice for eating that it should become the food for the whole world? But for this reason, he made mention of the ascension of the Son of Man into heaven, in order that he might draw them away from the bodily notion, and that from here forth they might learn that the aforesaid flesh was heavenly eating from above and spiritual food given by him. Quote ends. So a very clear statement now, a very clear statement from Athanasius. He's saying that how long can you transform the bread into flesh to bring this for the whole world? ഈ ലോകം മൊത്തം ആൾക്കാർ കഴിക്കത്തക്കോളം ഫ്ലഷ് എവിടുന്ന് കൊണ്ടുവരാനാ? How can you transfer it? The simple thing is that this is spiritual, it is not physical, it is symbolic. These are the words of Athanasius. Okay, so he is completely, Athanasius has no idea about what Roman Catholicism talks about transubstantiation, right? So friends, it is a simple thing to understand the reality. We are not here to bring anything bad on anybody, but these are the understanding of early church. Now, if you take Augustine, who was from 354 to 430, 354 AD to 430 AD വരെ ഉള്ള കാലഘട്ടത്തിൽ അഗസ്റ്റിന്റെ ഒരു വാക്ക്, എക്സ്പോസിഷൻ ഓഫ് സാംസ് 99:8 താൻ എഴുതിയ ഒരു വാക്ക് ഞാൻ വായിക്കാം. Augustine also clarified that the Lord's table was to be understood in spiritual terms. He quotes, understand spiritually what I said. You are not to eat this body which you see, nor to drink the blood which they who will crucify me shall pour forth, although it is needful that this be visibly celebrated, yet it must be spiritually understood. You can celebrate it visually, visibly, but it has to be understood as spiritually. This is the words of Augustine. So there are a number of similar quotations from the church fathers that could be given to make the point that at least for many of the fathers, the elements of Eucharist were ultimately understood in symbolic or spiritual terms. In other words, they did not hold to Roman Catholic doctrine of substantiation, transubstantiation. So always remember, people will use, അല്ലെങ്കിൽ church fathers എപ്പോഴും ഉപയോഗിച്ച ഒരു പദമാണ്, this is my body, this is my blood. ആ പദം ഉപയോഗിക്കുന്നത് ഫിസിക്കൽ ബോഡിയെ കാണിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇറ്റ്സ് എ സ്പിരിച്വൽ ബോഡി, അതിനെ ഒരു സിംബോളിസമായിട്ട് കാണിച്ചതേ ഉള്ളൂ. റിമെമ്പർ Eusebius of Caesarea വാക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ,
ബലി സാക്രിഫൈസ് എന്നുള്ള ഒരു കാര്യം ഒരിക്കലും കണ്ടിട്ടില്ല. സാക്രിഫൈസ് ഈസ് വൺസ് ഫോർ ഓൾ. ഒരിക്കൽ എന്നേക്കുമായി സംഭവിച്ച കാര്യമാണ് സാക്രിഫൈസ്. പിന്നെ അതിനെ കൂടെ കൂടെ സാക്രിഫൈസ് ആയിട്ട് മോശയും തന്റെ ജനവും ഒക്കെ ചെയ്തതുപോലെ ഒരു സെറിമോണിയൽ സാക്രിഫൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും നമുക്ക് തന്നിട്ടില്ല. ഒരിക്കൽ എന്നേക്കുമായുള്ള യാഗം നമ്മൾ എപ്പോഴും വേദപുസ്തകത്തിൽ വായിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ ഫോർ once for every. See, the doctrine of transubstantiation was used at least by the 11th century to speak of the change and was in widespread use by 12th century. 11ാം സെഞ്ചുറി വരെ ഉപയോഗിക്കാത്ത ഒരു പദമാണ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. അപ്പൊ നമ്മൾ പറയും ഓക്കെ ആ പദം പിന്നെ ഉപയോഗിച്ചെങ്കിലും അതിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഒരിക്കലും അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലായിരുന്നു. There was no understanding, but this understanding was made. There is a reason behind it. There is a conspiracy behind it. There is a scam behind it. The conspiracy and the scam behind it is to authorize the authority of priest. Priesthood-ന്റെ authority organize ചെയ്യാൻ, അതിനെ ordain ചെയ്യുവാൻ, അതിനെ authorize ചെയ്യുവാൻ, അതിനെ ഇച്ചിരൂടും കൂടി അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി. This was a conspiracy. This was a conspiracy developed over the years to make sure priests have their authority to do this thing. That the priests have a special power to spell over this bread and wine that can change into body and blood. കാരണം ഇത് വേറെ എങ്ങും ആർക്കും ചെയ്യാം എന്നുള്ള നിലയിൽ വന്നാൽ കയ്യിൽ നിന്ന് അധികാരം മാറിപ്പോകും, ചോർന്നു പോകും. ആർക്കും എന്തും ചെയ്യാമാകാം. ഇതിനെ ഒന്ന് കെട്ടിപ്പിടിച്ചുറപ്പിക്കുവാൻ വേണ്ടി ഉള്ള ഒരു കോൺസ്പിറസി തിയറി ആയിരുന്നു ലേറ്റർ ഓൺ ട്രെൻഡ് കൗൺസിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ സ്ഥാപിക്കുമായിരുന്നു. അപ്പോൾ 11-12 സെഞ്ചുറി വരെ ഇല്ലാത്ത ഒരു കാര്യത്തെ കൗൺസിൽ ഓഫ് ട്രെൻഡ് കൊണ്ടുവന്ന് സ്ഥാപിക്കുവാണ്. So remember, the doctrine of let me read it from Wikipedia. The doctrine of transubstantiation, elaborated by scholastic theologians from the 13th to 15th century, was incorporated into documents of the Council of Trent in 1543 till 63. So it was incorporated. This was never a document. This was never a topic. This was never a thought. Early church fathers never thought about transubstantiation, but a conspiracy theory was formulated by those people who wanted to secure their priesthood, who want to secure their church authority and the clerical authority and all those popisms, whatever you want to say, Catholicism, and in order to have that whole idea of people to be slave of a religion, people to be a slave under the ministry, a slave under the clergy and the priesthood, this theory was developed by the people. From that, they started this thought somewhere from the 10th century onwards, and it was after 4th century, slowly, as the priesthood took over, as priesthood took over both the secular and the state and the church, this was slowly developed over the period of time. So it didn't develop in first 4th century. People never talked about it. They never had. ആദ്യത്തെ 4 സെഞ്ചുറി ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് ഒരു കാര്യവും വന്നിട്ടുമില്ല. പക്ഷെ അതിനുശേഷമാ ഇതിനെ ഒരു പെയ്യെ ഡെവലപ്പ് ചെയ്തിട്ട് അവസാനം 1543 വന്നപ്പോൾ ഇതിനെ ഡോക്യുമെന്റ് ആക്കി മാറ്റി. ദൈവമക്കളെ, എന്റെ സുഹൃത്തുക്കളെ, ഇത്രയും നാൾ ഇല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ 15-16 നൂറ്റാണ്ടിൽ കൊണ്ടുവന്നിട്ട് ഡോക്യുമെന്റ് ആക്കിയാൽ അതിനെ എങ്ങനെ നമുക്ക് സമ്മതിക്കാൻ പറ്റും? How can you believe that? Let's go back to the history. So history is against transubstantiation. One more thing I want to add to this is that in the mid-20th century, some Roman Catholic theologians restated the doctrine of Christ's Eucharist presence. On the recreate 20th century, shifting the emphasis from the change of substance to the change of meaning. They coined the term
transsignification and transfinalization to be used in preference to transubstantiation. But in the encyclical Mysterium Fidei in 1965, Pope Paul VI called for a retention of the dogma of real presence together with the terminology of transubstantiation in which it had been expressed. So overall, in the whole theory, this is what one thing we understand. Early Christians, Jesus Christ never meant this as to be translated into a transformed body and blood. He said, do this in remembrance of me. Paul said, do this in remembrance of me. Even he taught this in the early Christian church. Every Christian church fathers in the early times of the dogmas, even Didache, early Christian church fathers, it's a symbolic representation. Upon Katrimeshe Namal Karnaviribol, Kartavayesh Kustabre Shariram, Kartavayesh Kustavu the rectum and number parabol. It's a symbolic representation, and we eat and we drink to this so that we may examine ourselves that we are unified. We are remembering the death and the pain of Jesus Christ on the cross. At the same time, we are unifying our faith and our spiritual condition with Jesus Christ. Hope this history will give a new implication for you all to set up your theological understanding about Lord's table. Over to you, Pastor Verghese Samuel. Thank you. പഴയ നിയമത്തിൽ ഈ ശുശ്രൂഷ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധം എന്താണ് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കത്തോലിക്കരും ഓർത്തഡോക്സുകാരും പെന്തക്കോസ്ത് സമൂഹങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. ചിലർ തന്നെ കർത്തൃമേശ എന്ന് പറയുന്നുണ്ട്, യൂക്കറിസ്റ്റ് എന്നുള്ള വാക്ക്, മാസ്, അതുപോലെ തന്നെ കുർബാന ഇത്യാദി പദപ്രയോഗങ്ങൾ, ബലി ഇത്യാദി പദപ്രയോഗങ്ങളൊക്കെയാണ് പലരും ഈ ശുശ്രൂഷ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ വാക്കുകളെ കുറിച്ചുള്ള പഠനമാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. പ്രിയ ജിനു ബ്രദർ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. വാക്കുകളും അർത്ഥങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയ ജിനുവിനെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ജിനു. താങ്ക് യു സാം പാസ്റ്റർ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് സ്ഥാപിച്ച ശുശ്രൂഷയെ പറ്റിയാണ്. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഇന്ന് സ്ഥാപിച്ച പെസഹായുടെ രാത്രിയിൽ സ്ഥാപിച്ച ശുശ്രൂഷയെ പറ്റി. ഇതിൽ ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും യോജിച്ച പദം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുന്നത്. പൗരോഹിത്യ സഭകൾ ഈ ശുശ്രൂഷയെ, അവർ ചെയ്യുന്ന ശുശ്രൂഷയെ കുർബാന എന്ന പദം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കുർബാന എന്നാണ് അവർ പറയുന്നതിനെ പറ്റി. നമുക്കറിയാവുന്ന പോലെ തന്നെ വേർപെട്ട സഭകൾ തിരുവഴുത്താഴം, കർത്തൃമേശ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവവചനം ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഈ പദങ്ങളൊന്നും തന്നെ ആ രീതിയിൽ ബൈബിളിൽ കാണുന്ന പദങ്ങളല്ല. തിരുവഴുത്താഴമെന്നോ കർത്തൃമേശയെന്നോ ഇവർ കുർബാന എന്ന പദമോ ബൈബിളിൽ കാണുന്നൊരു പദമല്ല. നമ്മൾ ചിന്തിക്കുന്നത് ഇതിലേതാണ് ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും യോജിക്കുന്ന പദം എന്നുള്ളതാണ്. ദൈവവചനത്തിലെ പദം അതേപോലെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പുതിയ നിയമം വായിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നുള്ള പദങ്ങളാണ് കാണുന്നത്. ആദ്യമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കുർബാന എന്ന പദത്തെ പറ്റി ചിന്തിക്കാം. കുർബാന എന്ന പദം ഒരു സിറിയക് വാക്കാണ്. അത് ഡിറൈവ് ചെയ്തത് അരാമിക് വാക്കായ കുർബാന എന്ന് പറയുന്നത് ഏകദേശം അതുപോലെ തന്നെ പറയുന്ന ഒരു പദം തന്നെയാണ്. കുർബാന എന്ന് പറയുന്നത് ഏകദേശം സിറിയക്കിലും അരാമിക്കിലും ഒരേ പദങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷനും അതേപോലെ തന്നെയാണ് വരുന്നത്. ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഏറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ ഉള്ള പദം, ഹീബ്രുവിലുള്ള പദം എന്നുള്ളത് ഖുർബാൻ എന്ന വാക്കാണ്. ഖുർബാൻ എന്ന വാക്കിന്റെ അർത്ഥം വഴിപാട് എന്നാണ്. നമുക്കറിയാം, യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അപ്പനെയും അമ്മയും നോക്കുന്നതിന് പകരം വഴിപാട് എന്ന അർത്ഥമുള്ള ഖുർബാൻ എന്ന പദം, അല്ലെങ്കിൽ ഖുർബാൻ കഴിക്കുന്നു, അതുകൊണ്ട് അപ്പനെയും അമ്മയും നോക്കേണ്ട കാര്യമില്ല എന്ന് പരീശന്മാരുടെ അടുത്ത് വിമർശിച്ച് പറഞ്ഞ ആ പദമാണ് വഴിപാട് എന്നർത്ഥമുള്ള ഖുർബാൻ എന്ന പദമാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബൈബിളിൽ ഉള്ള ഒരു പദം, വഴിപാട് എന്നുള്ള അർത്ഥം. എന്നാൽ കുർബാന എന്ന പദം പൗരോഹിത്യ സഭകൾ ഉപയോഗിക്കുന്ന വഴിപാട് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, മറിച്ച് ആവർത്തിക്കുന്ന ബലിയർപ്പണം എന്ന അർത്ഥത്തിലാണ് പൗരോഹിത്യ സഭകൾ
കുർബാന എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന കുർബാന എന്ന പദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു രീതിയിലല്ല, മറിച്ച് ആവർത്തിക്കുന്ന ബലിയർപ്പണം എന്ന നിലയിലാണ്. നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് സ്ഥാപിച്ച ഈ ശുശ്രൂഷയെ ആവർത്തിക്കുന്ന ഒരു ബലിയർപ്പണം ആയി നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമോ, ഇല്ലെങ്കിൽ ആവർത്തിക്കുന്ന ഒരു ബലിയർപ്പണം ആണോ കർത്താവ് ചെയ്യുവാനായിട്ട് ദൈവസഭയ്ക്ക് കൊടുത്ത ശുശ്രൂഷ എന്നുള്ളതാണ്. അതോ കർത്താവ് ക്രൂശിൽ സാധിച്ച ആ ബലിയർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കലാണോ ദൈവസഭ ചെയ്യേണ്ടത്? ഞാൻ ഒന്നുകൂടി പറയാം. ദൈവസഭ അനുഷ്ഠിക്കാനായി കർത്താവ് കൊടുത്ത ആ ഒരു ചടങ്ങ് ഇല്ലെങ്കിൽ ആ ഒരു ഓർഡിനൻസ് എന്നത് ആവർത്തിക്കുന്ന ബലിയർപ്പണമാണോ അതോ ഒരിക്കലായും എന്നേക്കുമായി കഴിച്ച ബലിയർപ്പണത്തിന്റെ ഓർമ്മയ്ക്കാണോ, ഓർമ്മ പുതുക്കലാണോ എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത ബലിയുടെ ഏറ്റവും വ്യക്തമായിട്ടുള്ള വിശദീകരണം പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടുന്നത് എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായ ലേഖനത്തിലാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ പറ്റിയും യേശുക്രിസ്തുവിന്റെ നിത്യമായ യാഗത്തെ പറ്റിയും യേശുക്രിസ്തുവിന്റെ ഇപ്പോഴത്തെ പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റിയും ഏറ്റവും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈ എബ്രായ ലേഖനത്തിലാണ്. അതിൽ തന്നെ എബ്രായ ലേഖനം 9-10 അധ്യായങ്ങളാണ് ഇതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള വിശദീകരണം ലേഖനം തരുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച ദൈവദാസന്മാർ ഈ വിഷയങ്ങളൊക്കെ കവർ ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിഴലായ പഴയ നിയമ ദേവാലയത്തെയും അതിൽ നടക്കുന്ന നിഴലായിട്ടുള്ള ശുശ്രൂഷകളെ പറ്റിയും അതിനുശേഷം 11 മുതലുള്ള താഴേക്കുള്ള വാക്യങ്ങളിൽ അതിന്റെ പൊരുളായ യഥാർത്ഥത്തിലുള്ള ദൈവകുഞ്ഞാടിന്റെ സ്വർഗീയ ദേവാലയത്തിലെ നിത്യമായ യാഗത്തെയും പറ്റിയും വിശദീകരിക്കണം. നിഴലായിട്ടുള്ള ആട്ടുകൊറ്റന്മാരുടെ യാഗം പഴയ നിയമ ദേവാലയത്തിൽ നിഴലായിട്ടുള്ള ദേവാലയത്തിൽ നടന്നുവെങ്കിൽ അതിന്റെ പൊരുൾ എങ്ങനെയാണ് നടന്നതെന്നുള്ളതാണ് 11 മുതലുള്ള താഴേക്ക് വാക്യങ്ങളിൽ എബ്രായ ലേഖനകർത്താവ് വിശദീകരിക്കുന്നത്. എബ്രായ ലേഖനം 9-11 മുതലുള്ള വാക്യങ്ങളിൽ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും വളരെ പ്രാധാന്യവും അർത്ഥവർത്ഥമായിട്ടുള്ള വാക്കുകളാണെങ്കിലും അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാക്കുകൾ അതിന്റെ 11-12 വാക്യങ്ങളാണ്. അതിൽ ആണ് യേശുക്രിസ്തു ക്രൂശിൽ സാധിച്ച ആ ദിവ്യ ബലിയുടെ, ആ യഥാർത്ഥ ബലിയുടെ അതിന്റെ റിയാലിറ്റി സ്വർഗത്തിൽ എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് വിശദീകരിക്കുന്നത്. ക്രിസ്തുവോ കൈപ്പണി വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി. ഇതിന്റെ എല്ലാം വിശദീകരണം തരാനായിട്ട് എനിക്ക് സമയമില്ല. വരുവാനുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ ആത്മീയ നന്മകളാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പുതിയ ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി, ആ കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിലെ കൂടാരമാണ്, അതിന്റെ നിഴലാണ് മോശെ എടുത്ത് ഭൂമിയിൽ സ്ഥാപിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ സ്വർഗത്തിലെ മനുഷ്യർ നിർമ്മിതമല്ലാത്ത സ്വർഗീയ ദേവാലയത്തിലേക്ക് കടക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. അവിടെ 2 വാക്കുകൾ പറയുന്നുണ്ട്. യേശുക്രിസ്തു ഒരിക്കലായി സ്വർഗീയ ദേവാലയത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമായിട്ടുള്ള യാഗം അർപ്പിച്ചു, എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അതിന്റെ കൺക്ലൂഷനായി 24-25 വാക്യങ്ങളിൽ എബ്രായ ലേഖനകർത്താവ് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ്. ക്രിസ്തുവോ വാസ്തവമായതിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തേക്ക്, അതായത് മോശ സ്ഥാപിച്ചതും ശലോമോൻ സ്ഥാപിച്ചതുമായിട്ടുള്ള ദേവാലയം ഈ വാസ്തവമായതിന്റെ പ്രതിബിംബമായിരുന്നു. അവിടേക്ക് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ കുഞ്ഞാടൻ രക്തമായി പോകുന്നത് പോലെയല്ല, മറിച്ച് ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കല്ല എത്ര പ്രവേശിച്ചു, സ്വർഗീയ കൂടാരത്തിലേക്ക് എത്ര പ്രവേശിച്ചു. അടുത്ത വാക്യം, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അന്നേരം എബ്രായ ലേഖനകർത്താവ് ഇവിടെ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് 2 കോൺട്രാസ്റ്റ് പറയാണ്. പഴയ നിയമയാഗങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്ന യാഗങ്ങളായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്വർഗീയ കൂടാരത്തിലെ നിത്യമായിട്ടുള്ള യാഗം ആവർത്തിക്കേണ്ട ഒരു യാഗമല്ല, ഒരിക്കലായിട്ടുള്ളതും എന്നേക്കുമായിട്ടുള്ള യാഗവുമാണ്. ആ എന്നേക്കുമായിട്ടുള്ള ഒരിക്കലായിട്ടുള്ള യാഗത്തിൽ കൂടി എന്നേക്കുമായിട്ടുള്ള മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ ബലി ഒരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല. ഇനി സ്വർഗത്തിലും ആവർത്തിക്കപ്പെടുന്നില്ല, ഭൂമിയിലും ആവർത്തിക്കപ്പെടുന്നില്ല. ആവർത്തിച്ചുള്ള ബലി സൂചിപ്പിക്കുന്നത് പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെ പറ്റിയാണ്. അതാണ് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്.
അല്ലെങ്കിൽ ആരാധനക്കാരൻ ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപത്തെക്കുറിച്ചുള്ള മനോഭാവം പിന്നെ ഇല്ലായി വരികയാൽ യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലായിരുന്നുവോ? ഇപ്പോഴും ആണ്ടുതോറും അവയാലുള്ള പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിൽ പാപങ്ങൾ നീക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള യാഗങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അത് കാണിക്കുന്നത് പരമമായിട്ടുള്ള യാഗം കഴിഞ്ഞിട്ടില്ല, നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് മുമ്പോട്ട് പോകുമ്പോൾ എബ്രായ ലേഖനത്തെ 10-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ പറയുകയാണ്, പുരോഹിതൻ തുടർച്ചയായി 11-ാമത്തെ വാക്യം, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അന്നേരം ഈ ബലിയർപ്പണം കൂടെയും തുടർച്ചയായും കഴിച്ചുകൊണ്ട് പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയാണ്. അത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥ യാഗം വന്നിട്ടില്ല, യഥാർത്ഥ പാപപരിഹാരം വന്നിട്ടില്ല എന്നുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരോഹിതൻ അവിടെ നിൽക്കുന്നു, തുടർച്ചയായ യാഗങ്ങൾ നടക്കുന്നു, തുടർച്ചയായ ബലിയർപ്പണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ബലി നടന്നിട്ടില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ബലിയോടുകൂടി എന്ത് സംഭവിച്ചു എന്നുള്ളത് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവൻ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട്. അതായത് കർത്താവ് ഇന്ന് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുകയല്ല, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. കർത്താവ് ഇരിക്കുന്നത് സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. പാപപരിഹാരയാഗം എന്നേക്കുമായിട്ടുള്ളത് പൂർത്തീകരിച്ചു, ദൈവത്തിന്റെ റിഡംഷൻ പദ്ധതി പൂർത്തീകരിച്ചു. കർത്താവ് യേശുക്രിസ്തു സ്വർഗീയ ദേവാലയത്തിലേക്ക് കടന്ന് തന്റെ രക്തം അവിടെ അർപ്പിച്ച് എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചതോടുകൂടി യാഗാർപ്പണം കഴിഞ്ഞു. അതിനുശേഷം യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ മഹാപുരോഹിത ശുശ്രൂഷ, മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുക. അന്നേരം ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒരു യാഗാർപ്പണമല്ല, അതൊരിക്കലായിട്ടും എന്നേക്കുമായിട്ടും കഴിഞ്ഞെങ്കിൽ ഇന്ന് സ്വർഗത്തിൽ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ എന്നുള്ളത് നിന്നുകൊണ്ടുള്ള ശുശ്രൂഷയല്ല. അതായത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിന്നിരുന്നത്. ഇരുന്നു കൊണ്ട് മധ്യസ്ഥ ശുശ്രൂഷ യേശുക്രിസ്തു ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അതിന്റെ കൺക്ലൂഷനായിട്ട് പറയാണ്, എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അന്നേരം ഞാൻ എന്താണ് പറഞ്ഞു വന്നത് എന്ന് വെച്ചാൽ, യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിന്റെ സ്വർഗീയ ദേവാലയത്തിലെ നിത്യമായിട്ടുള്ള യാഗം ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ളതാണ്. അതൊരിക്കലും ആവർത്തിക്കുന്നില്ല. ഇന്ന് കർത്താവിന്റെ ശുശ്രൂഷ എന്നുള്ളത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന മധ്യസ്ഥ ശുശ്രൂഷയാണ്. അത് തുടർച്ചയായിട്ടുള്ളതാണ്. അത് ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടും കഴിഞ്ഞു പോയതല്ല, അത് തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. കർത്താവിന്റെ മടങ്ങിവരവ് വരെയും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. ദൈവം യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് തുടർച്ചയായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുന്നു. നമ്മൾ പാപങ്ങൾ വീണു പോകുമ്പോൾ, നമ്മൾ ഏറ്റു പറയുമ്പോൾ കർത്താവ് അവിടെ മധ്യസ്ഥനായുള്ളത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ പരമമായ യാഗത്തിൽ കൂടിയാണ്. എന്നാലും ഞാനിത് ആദ്യമായി പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഇല്ലെങ്കിൽ ആദ്യമായി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ യാഗം എന്നത് ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ളത് ആയതുകൊണ്ട് അത് ഒരിക്കലും ആവർത്തിക്കുന്നില്ല. അത് സ്വർഗത്തിലും ആവർത്തിക്കുന്നില്ല, ഭൂമിയിലും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഭൂമിയിൽ നടക്കുന്നത് ഒരു യാഗം വീണ്ടും വീണ്ടും അർപ്പിക്കുന്ന ശുശ്രൂഷയല്ല. അപ്പോൾ പിന്നെ ഭൂമിയിൽ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? തീർച്ചയായിട്ടും നാം ചിന്തിച്ചതുപോലെ ബലിയുടെ ആവർത്തനമല്ല. ബലി ഇനി ആവർത്തിക്കപ്പെടുന്നതേയില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവം പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഭൂമിയിൽ നാം ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ആ നിത്യയാഗത്തിന്റെ, ഒരിക്കലായും എന്നേക്കുമായിട്ടുള്ള യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ കർത്തൃമേശ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവത്താഴം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പം നുറുക്കൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ, അത് ബലിയർപ്പണമല്ല, ബലിയർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. അപ്പോൾ കുർബാന എന്നുള്ള വാക്ക് ബലിയർപ്പണമാണ്, അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ബലിയാണ്. അതുകൊണ്ട് ബിബ്ലിക്കലായിട്ടുള്ള പദം, അതിന് യോജിക്കുന്ന പദം ഈ പറഞ്ഞ ഏതെങ്കിലും പദങ്ങളാണ് എന്നുള്ളതാണ് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഇതിന്റെ കുറച്ചുകൂടി ഒന്ന് ആവർത്തിച്ച് കുറച്ചുകൂടി മുമ്പോട്ട് പോയി ഇതൊന്ന് വിശദീകരിക്കുകയാണ്. ഈ കർത്തൃമേശ എന്ന ആ ശുശ്രൂഷ വളരെ ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളുള്ള, തലങ്ങളുള്ള ഒരു ശുശ്രൂഷയാണ്. അത് കേവലം ഒരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല കർത്തൃമേശ എന്നുള്ളത്. അതുകൊണ്ട് പല അർത്ഥങ്ങളുമുണ്ട്. അതൊരു ഓർഡിനൻസ് ആണ്.
അതൊരു സ്പിരിച്വൽ ട്രൂത്തിനെ വെളിപ്പെടുത്തുന്ന ഒരു റിച്വലാണ്. ഒരു സാധാരണ അർത്ഥമില്ലാത്ത ആചാരമല്ല, അർത്ഥവത്തായ ആചാരമാണ്. അത് വെറും ഒരു ഓർമ്മ പുതുക്കലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. എല്ലാ കർത്തൃമേശയുടെ എല്ലാ തലങ്ങളും വിശദീകരിക്കാനായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ലിമിറ്റഡ് സമയത്തിനുള്ളിൽ എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. കർത്തൃമേശ സൂചിപ്പിക്കുന്നത് അപ്പം ഒന്നാകുന്നത് പോലെ ദൈവസഭ എന്ന ശരീരം യഹൂദനോ യവനോ ദാസനോ സ്വതന്ത്രനോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാണ്, ഒരു ശരീരമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ഒരു ചടങ്ങാണ് കർത്തൃമേശ. മാത്രമല്ല അത് ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്. ഒരപ്പത്തിൽ അനേക ഗോതമ്പോണികൾ പൊടിഞ്ഞു ചേർന്നതുപോലെ ദൈവമക്കൾ എല്ലാവരും വ്യത്യാസങ്ങളില്ലാതെ ഒരു ശരീരമായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദൈവമക്കളുടെ തമ്മിലുള്ള കൂട്ടായ്മ അതിൽ കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല കർത്താവുമായിട്ടുള്ള ദൈവസഭയുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ദൈവമക്കളുടെ കൂട്ടായ്മയും അതിൽ വെളിപ്പെടുന്നു. അതാണ് കർത്താവ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയും അവിടെ വെളിപ്പെടുന്നു. ദൈവസഭയിലെ വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മയും മേശയിലെയും കർത്തൃമേശയിൽ കൂടി അപ്പത്തിൽ കൂടി വീഞ്ഞിൽ കൂടി വെളിപ്പെടുന്നു. ഇനി കർത്താവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയെ ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തുന്ന 2 അധ്യായങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായവും. ഈ 2 അധ്യായങ്ങളിലാണ് യേശുക്രിസ്തു ഏറ്റവും വ്യക്തമായി യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മളുടെ കൂട്ടായ്മയെ പറ്റി വിശദീകരിച്ചത്. അതിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഒരു സാധാരണ നമ്മൾ പോകുന്ന ഒരു ഓപ്പോസിറ്റ് എക്സ്ട്രീം ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശരീരവും രക്തവും എന്നുള്ളത് അത് ആക്ഷരീക ശരീരവും രക്തവുമാണ്. അത് ആക്ഷരീക ശരീരവും രക്തവുമായി കർത്തൃമേശയിൽ മാറുന്നു എന്നുള്ള ആ ഒരു പഠിപ്പിയില് തെറ്റാണ് എന്ന് നമുക്കറിയാം. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ മുമ്പ് നമ്മൾ വിശദീകരിച്ചതുണ്ട്. എന്നാൽ അത് തെറ്റായതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന് ആത്മീയമായി പോലും കർത്തൃമേശയുമായി ബന്ധമില്ല എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അത് വേറൊരു എക്സ്ട്രീമാണ്. അങ്ങനെയല്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന യേശുക്രിസ്തു പറയുന്ന ആത്മീയ കാര്യങ്ങളുടെ, അക്ഷരീയ കാര്യങ്ങളുടെ അല്ല, ആത്മീയ കാര്യങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരവും കർത്തൃമേശയിൽ വെളിപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ, ഞാൻ പറഞ്ഞ പോലെ ബലിയുടെ ഓർമ്മ കൂടാതെ, ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ പ്രദർശനം കൂടാതെ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയുടെ പ്രദർശനം കൂടിയാണ്. കർത്താവുമായിട്ടുള്ള ദൈവമക്കളുടെ കൂട്ടായ്മ ഏറ്റവും വ്യക്തമായിട്ട് വെളിപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 56-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 56 എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇതാണ് കൂട്ടായ്മ. കർത്താവിൽ നമ്മൾ വസിക്കുന്നു, കർത്താവ് നമ്മിൽ വസിക്കുന്നു. എങ്ങനെയാണ്? ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും യേശുക്രിസ്തുവിന്റെ മാംസം തിന്നുകയും ചെയ്യും. ഇത് കർത്തൃമേശയിൽ നടക്കുന്ന അപ്പം മുറിക്കലിനെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോ ദിവസവും നമ്മൾ ജീവിക്കേണ്ട ഒരു ലിവിങ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതായത് യേശുക്രിസ്തു ഓരോ ദിവസവും ജീവിച്ചത് പിതാവിനെ ഭക്ഷിച്ചുകൊണ്ടാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ടത് യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മീയമായ കാര്യമാണ്. ഓരോ ദിവസവും ദൈവമക്കൾ യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ടും യേശുക്രിസ്തുവിനെ പാനം ചെയ്തുകൊണ്ടും ജീവിക്കണം. അപ്പോൾ യേശുക്രിസ്തു നമ്മിലും നമ്മൾ യേശുക്രിസ്തുവിലും വസിക്കുന്നു. ഇത് തന്നെ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നു എന്ന് യോഹന്നാൻ 15-ാമത്തെ അധ്യായത്തിൽ വേറൊരു രീതിയിൽ, വേറൊരു പാരഫ്രൈസിൽ കൂടി, വേറൊരു സിമ്പിളിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചുരുക്കി പറയട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ യേശുക്രിസ്തുവിൽ വസിക്കുകയും കർത്താവ് എന്നിൽ വസിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ഞാൻ കർത്താവിനെ ഭക്ഷിച്ചും കർത്താവിനെ പാനം ചെയ്തും കൊണ്ടും ഞാൻ ജീവിക്കുന്നു. അങ്ങനെ ഞാൻ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിച്വലിസ്റ്റിക് എക്സ്പ്രഷനും കൂടിയാണ് കർത്തൃമേശയിൽ ഞാൻ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുമ്പോൾ ഞാൻ പ്രദർശിപ്പിക്കുന്നത്. ഞാൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവ് എന്നിൽ വസിച്ചുകൊണ്ട് കർത്താവ് തന്റെ ജീവനിൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. കർത്താവിൽ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ കർത്തൃമേശയിൽ വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, കർത്തൃമേശയിൽ ഞാൻ കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും ആക്ഷരീയമായോ ആത്മീയമായോ അവിടെ പാനം ചെയ്യുന്നില്ല. അവിടെ ഞാൻ ചെയ്യുന്നത് ഒരു എക്സ്പ്രഷൻ മാത്രമാണ്, റിച്വലിസ്റ്റിക് എക്സ്പ്രഷൻ. ആത്മീയമായി ഞാൻ കർത്താവിന്റെ രക്തവും കർത്താവിന്റെ ശരീരവും പാനം ചെയ്യുന്നത്
ഓരോ ദിവസവും ഞാൻ കർത്താവിൽ വസിക്കുകയും കർത്താവിനിൽ വസിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ഷരികമായ യേശുക്രിസ്തുവിന്റെ രക്തവും യേശുക്രിസ്തുവിന്റെ ശരീരവും ഞാൻ പാനം ചെയ്യുന്നതേയില്ല. അങ്ങനെ ആക്ഷരികമായിട്ടുള്ള മാറ്റം നടക്കുന്നതില്ല. എന്നാൽ ആത്മീയമായി ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ തന്നെ ഒരു റിച്വലിസ്റ്റിക് എക്സ്പ്രഷനാണ് യോഹന്നാന്റെ കർത്തൃമേശയിൽ നാം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. കർത്തൃമേശ എന്ന് പറയുന്നത് ഒരു ആവർത്തിച്ചുള്ള ബലിയർപ്പണമല്ല. ബലിയർപ്പണം ആവർത്തിക്കപ്പെടുന്നില്ല. അത് സ്വർഗത്തിലോ ഭൂമിയിലോ ആവർത്തിക്കപ്പെടുന്നില്ല. അത് ഭൂമിയിൽ സംഭവിച്ചു, അതിന്റെ റിയാലിറ്റി സ്വർഗത്തിൽ സംഭവിച്ചു. ഭൂമിയിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ തന്റെ രക്തവുമായി താൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്ന് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സ്ഥാപിച്ചു. അതോടുകൂടി യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ കർത്താവ് ആരംഭിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ, മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവിന്റെ ബലി സ്വർഗത്തിലോ ഭൂമിയിലോ ഇനി ആവർത്തിക്കപ്പെടുന്നതല്ല. ഭൂമിയിലുള്ള ശുശ്രൂഷ ബലിയർപ്പണത്തിന്റെ ആവർത്തനമല്ല, മറിച്ച് ബലിയർപ്പണത്തിന്റെ ഓർമ്മ മാത്രമാണ്. എന്നാൽ ബലിയർപ്പണത്തിന്റെ വെറും ഒരു ഓർമ്മ മാത്രമല്ല, അതിൽ കൂടി വെളിപ്പെടുന്ന അനേക സത്യങ്ങളുണ്ട്. അനേക സത്യങ്ങൾ ഒന്ന് എന്നുള്ളത് ഞാൻ കർത്താവിൽ വസിക്കുകയും കർത്താവ് എന്നിൽ വസിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആത്മീക സത്യത്തിന്റെ റിഫ്ലക്ഷനും കൂടിയാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീക സത്യങ്ങൾ കർത്തൃമേശയിൽ കൂടി റിച്വലിസ്റ്റിക്കായി വെളിപ്പെടുന്നു എന്നുള്ളതും ദൈവവചനത്തിലെ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ കർത്തൃമേശയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ബിബ്ലിക്കലായിട്ടുള്ള പദം എന്നുള്ളത് കുർബാന എന്നുള്ളതല്ല. കുർബാന ആവർത്തിച്ചുള്ള ബലിയർപ്പണത്തിനെ കാണിക്കുന്നതായതുകൊണ്ട് അതിന് ഉപയോഗിക്കാവുന്ന പദം കർത്തൃമേശയെന്നും അപ്പം നുറുക്കലെന്നും, ബിബ്ലിക്കൽ ബൈബിളിലുള്ള പദമെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം നുറുക്കലെന്നും കർത്താവിന്റെ അത്താഴമെന്നോ തിരുവത്താഴമെന്നോ എന്ന പദങ്ങളാണ് അതിന് ഏറ്റവും യോജിക്കുന്ന പദങ്ങൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാക്കുകളെ കുറിച്ചുള്ള പഠനം, അതിന്റെ ഏകദേശം രൂപം നമുക്ക് കൈവന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്